അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സൈമൺ വർഗീസ് അവറുകളാണ്. അരോമ ടിവിയോട് തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ എല്ലാവരും ഈ വീഡിയോ ആദ്യ അവസാനം കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സൈമൺ വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇന്ത്യയുടെ ഹൃദയഭാഗമായ ഭോപ്പാലിൽ നിന്ന് സ്നേഹവന്ദനം. അരോമ ടിവിയിൽ എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം അവസരമൊരുക്കിയതിനായി ഇതിൻ്റെ ചുമതലക്കാരായ പ്രിയപ്പെട്ട പാസ്റ്റർ ഡാനിയൽ ജോണിനെ നന്ദി അറിയിക്കുന്നു. ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ ജോഷുവ ജോൺ ആണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിനും വന്ദനം ചൊല്ലുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സൈമൺ വർഗീസ്. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളമാണ്. എന്നാൽ കഴിഞ്ഞ 40 വർഷമായി മാതാവിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പാലക്കാടാണ് താമസമാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് കുന്നംകുളത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നാണ്. എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ച് കിടക്കാൻ സ്ഥലമില്ലാതെ കുന്നംകുളം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തിൽ എന്നെ കിടത്തിയതായിട്ട് എൻ്റെ അമ്മയുടെ മാതാവ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ മാതാവിൻ്റെ കുടുംബവും പിതാവിൻ്റെ കുടുംബവും രണ്ടുപേരും യാക്കോബ പശ്ചാത്തലമുള്ളവരാണ്. എൻ്റെ ജനനത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ ബാംഗ്ലൂരിലാണ് സെറ്റിലായിരുന്നത്. അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസ്സിനുള്ള ബന്ധത്തിലായിരുന്നു. ആ സമയത്താണ് അവർ കർത്താവിനെ അറിയുന്നതും രക്ഷിക്കപ്പെടുന്നതും. ഞാൻ ചില വർഷങ്ങൾ അവരോട് കൂടെയും ചില വർഷങ്ങൾ നാട്ടിലൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. എനിക്ക് താഴെ 2 സഹോദരന്മാർ, ഒരു സഹോദരി. അതിലൊരു സഹോദരൻ കാലയവനിക്കുള്ളിൽ മറയപ്പെട്ടു കൊറോണ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. ഒരാൾ എറണാകുളത്തും മറ്റൊരാൾ തിരുവല്ലയിലുമായിട്ട് താമസിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ പാലക്കാട് മുണ്ടൂരിനടുത്തുള്ള പൂതനൂരിൽ ഇപ്പോഴും താമസിക്കുന്നു. 2 പേർക്കും പ്രായമുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ്. യാക്കോബ കുടുംബമാണെങ്കിലും പ്രാർത്ഥനയും നമസ്കാരവും ഇല്ലാതെ ആഹാരം ലഭിക്കാത്ത ഒരു കുടുംബമായിരുന്നു. നിർബന്ധമായിട്ടും പ്രാർത്ഥനയും നമസ്കാരവും ബൈബിൾ വായനയും ഇല്ലാതെ ആഹാരം കിട്ടുകയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എനിക്ക് ദൈവം തന്ന നന്മയായിട്ട് ഞാൻ അതിനെ കരുതുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ തുടർച്ചയായി പള്ളിയിൽ പോകുന്നവരും എന്നെയും ആ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ തന്ന അവസരങ്ങൾ ഉപയോഗിച്ച് എൻ്റെ മാതാവിൻ്റെ വീട് പെങ്ങാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പഴഞ്ഞി അടുത്ത് പെങ്ങാമുക്ക്. എൻ്റെ പിതാവ് താമസിക്കുന്നത് ചാലിശ്ശേരി എന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയുടെ അതിർത്തി, പാലക്കാട് ജില്ല. ഈ 2 വീടുകളും ഉള്ളത് പള്ളിയിൽ നിന്ന് 3ാമത്തെ 4ാമത്തെ വീടാണ്. എൻ്റെ പിതാവിൻ്റേത് 3ാമത്തെ വീട്, എൻ്റെ മാതാവിൻ്റേത് 5ാമത്തെ വീട്. പള്ളിയുമായി വളരെ അടുത്ത് കിടക്കുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ചെറുപ്പകാലത്തിൽ
പള്ളിയിൽ പോകുവാനും മധുവായിൽ കയറുവാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ ഇളയ സഹോദരൻ, രണ്ടാമത്തെ സഹോദരനെ കരപ്പനുണ്ടായത് മൂലം എൻ്റെ മാതാപിതാക്കൾ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 26 വർഷമായി ഭോപ്പാലിൽ താമസിച്ച് കർത്താവിനെ വേല ചെയ്യാൻ കർത്താവിനെ സഹായിക്കുന്നു. എന്നാൽ ഭോപ്പാലിൽ വരുന്നതിന് മുമ്പ് 6 വർഷം ഡൽഹിയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ മാതാവും എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളും അവിടെയുള്ള സൺഡേ സ്കൂളിൽ വളരെ ആക്റ്റീവായിരുന്നു. അതുമൂലം എനിക്കും തുടർച്ചയായ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് LP സ്കൂളിലെ പഠനം പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളും അതിനുശേഷം ചാലിശ്ശേരിയിലുള്ള പള്ളി സ്കൂളിലും അതിനെ തുടർന്ന് 1 വർഷം ബാംഗ്ലൂരും പിന്നീട് 6ാം ക്ലാസ് മുതൽ മുന്നോട്ടുള്ള പഠനങ്ങൾ പാലക്കാടുമാണ് ഞാൻ പൂർത്തിയാക്കിയത്. എൻ്റെ പഠനവും എൻ്റെ ജീവിതവും എൻ്റെ പിതാവ് ബിസിനസ്സുമായി ബാംഗ്ലൂരിൽ, മാതാവ് ജോലിയുമായി ബന്ധപ്പെട്ട് പാലക്കാട്, ഞാൻ എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ. അങ്ങനെ 3 പേര് 3 സ്ഥലത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് സൺഡേ സ്കൂളുകൾ സ്ഥിരമായിട്ട് ഞാൻ സംബന്ധിക്കുമായിരുന്നു. യാക്കോബ പള്ളിയുടെ സൺഡേ സ്കൂളിൽ പോകും, മർത്തോമ സൺഡേ സ്കൂളിൽ പോകും, ബ്രദറൻ ചർച്ചിലെ സൺഡേ സ്കൂളിൽ പോകും, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സൺഡേ സ്കൂളിൽ പോകും. ഒരു ഞായറാഴ്ച 4 സൺഡേ സ്കൂൾ ഉണ്ട്. അതിനിടയ്ക്ക് പള്ളിയിലും പോകും, മർത്തോമ പള്ളിയിലും പോയി, യാക്കോബ പള്ളിയിലും പോകും. അപ്പൊ ഒരു ഞായറാഴ്ച മൊത്തമായിട്ട് പള്ളിയും സൺഡേ സ്കൂളുമായിട്ട് എൻ്റെ ജീവിതം തീർന്നുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ വെറുപ്പിച്ചത് എൻ്റെ മാതാപിതാക്കൾ 1977 സ്നാനപ്പെടുവാനിടയായി. എനിക്കന്ന് ചെറിയ പ്രായമാണ്. ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും യാക്കോബ വിശ്വാസത്തിലുള്ളവരാണ്. യാക്കോബ പള്ളിയുടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നവരും ആക്റ്റീവുമായിട്ടുള്ള ആളുകളുമാണ്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ സ്നാനപ്പെട്ടതോടെ എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സ്നേഹിതർക്കും എൻ്റെ പള്ളിക്കാർക്കും എന്നോടുള്ള മനോഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ വ്യത്യാസം എന്നിൽ വളരെയധികം വെറുപ്പ്, പെന്തക്കോസ്തിനെ കുറിച്ചും വേർപെട്ട ദൈവങ്ങളെ കുറിച്ചും വെറുപ്പ് ഉളവാക്കുവാൻ തുടങ്ങി. ഞാൻ എവിടെ ചെന്നാലും, ഞാനൊരു കല്യാണത്തിന് പോയാൽ, പള്ളിയിൽ പോയാൽ, കളിക്കാൻ പോയാൽ, പെന്തക്കോസ്തുകാരിയുടെ മകൻ, പെന്തക്കോസ്തുകാരന്റെ മകൻ എന്ന ലേബല് കുത്തി എന്നെ മാറ്റി നിർത്തുക, അതുപോലെ എന്നെ ഉപദ്രവിക്കുക എന്നുള്ളതൊക്കെ അന്നൊരു പതിവായിരുന്നു. അത് മാത്രമല്ല, കുന്നംകുളത്തും പരിസരത്തുമുള്ളവർക്ക് അറിയാം, തൊഴിയൂർ പള്ളി അല്ലെങ്കിൽ അഞ്ഞൂർ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളി. ആ പള്ളിയിൽ ഉണ്ടായിരുന്ന വളരെ അറിയപ്പെടുന്ന ഒരു വൈദികനായിരുന്നു ഫാദർ വടക്കൻ അച്ഛൻ എന്ന ആളുകൾ വിളിക്കും. അദ്ദേഹം എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവാണ്. അപ്പൊ എല്ലാ മാസവും ആ പള്ളിയിൽ എന്നെയും എൻ്റെ മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനും, അദ്ദേഹം ഇന്ന് വൈദികനാണ്, ഞങ്ങൾ 2 പേരെയും വലിയമ്മച്ചി അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുപോകും. ഞങ്ങളുടെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് മിഠായി തരും, പൈസ തരും. അതെല്ലാം മാസമുള്ള പതിവാണ്. എന്നാൽ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ സ്നാനത്തെ കുറിച്ച് ഈ അച്ഛൻ അറിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ സ്നാനപ്പെട്ടതിന് ശേഷം പള്ളിയിൽ അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ മാസവും ചെയ്യുന്നത് പോലെ അച്ഛൻ ഞങ്ങൾക്ക് ചോക്ലേറ്റ് തന്നു. അതിനുശേഷം അച്ഛൻ ഞങ്ങൾക്ക് 2 പേർക്കും ഈ 2 രൂപ വെച്ച് തന്നു. പെട്ടെന്ന് ബോധോദയം ഉണ്ടായതുപോലെ അച്ഛൻ ചോദിച്ചു, സ്നാനക്കാരത്തിയുടെ മോൻ ഏതാണ്? എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ ആ പൈസ തിരിച്ചു വാങ്ങി. അതെൻ്റെ ഹൃദയത്തെ വളരെയധികം മുറിവേൽപ്പിച്ചു. അന്ന് തൊട്ട്, പ്രത്യേകിച്ച് പള്ളിയിലും കല്യാണങ്ങൾക്ക് പോയാലൊക്കെ ഉണ്ടാകുന്ന മാറ്റി നിർത്തലുകളൊക്കെ ഉള്ളത് കൊണ്ട്, പെന്തക്കോസ്ത് അല്ലെങ്കിൽ വേർപെട്ട വിഭാഗത്തോടുള്ള ഒരു വെറുപ്പ് ഉള്ളിലുണ്ടായി. ഞാൻ ബ്രദർ സൺഡേ സ്കൂളിൽ പോകും, ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ സൺഡേ സ്കൂളിൽ പോകുമെങ്കിലും
അതെല്ലാം പോകുന്നത് വചനം പഠിക്കുക. ഞാനാണ് സൺഡേ സ്കൂളിൽ ഫസ്റ്റ് ആയി വരുന്നത്. മിക്കവാറും സൺഡേ സ്കൂളുകളിൽ പ്രൈസ് മേടിക്കണം. അതാണ് സൺഡേ സ്കൂളുമായിട്ടുള്ള എൻ്റെ ബന്ധം. ക്രിസ്തുവുമായിട്ടൊരു ബന്ധം എനിക്കുണ്ടായിരുന്നില്ല. പള്ളിയിൽ പോകും, മർത്തോമ പള്ളിയിൽ പോകും, യാക്കോബ് പള്ളിയിൽ പോകും, പപ്പയും മമ്മിയും വരുമ്പോൾ പെന്തക്കോസ്ത് പള്ളിയിലും പോകും. പഴഞ്ഞിയിലുള്ള IPC ചർച്ചിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PV ചുമാരിന്റെ അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിലും ഞങ്ങൾ പോകുമായിരുന്നു. ആ സമയത്തെല്ലാം സഭയിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, വചനം കേൾക്കുന്നു, ദൈവദാസന്മാർ വീട്ടിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ ഭവനത്തിൽ അനേക ദൈവദാസന്മാർ, പ്രവാചകന്മാരും പ്രവാചകിമാരും എൻ്റെ ഭവനത്തിൽ വരാറുണ്ട്. ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ ആദ്യം കൈവയ്ക്കുന്ന എൻ്റെ തലയിലാണ്. അന്ന് ഞാൻ കുഞ്ഞാണെങ്കിലും അവർ എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. ഇവൻ അനേക ഭാഷക്കാരുടെ അടുക്കിലേക്ക് പോകും, അനേക ദേശങ്ങളിലേക്ക് ഇവൻ പോകും. ഇത് എന്നും കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പിന്നീട് വെറുപ്പുണ്ടാകുകയാണ്. ഈ വരുന്നവരെല്ലാം മറ്റാരോടും പറയത്തില്ല, എൻ്റെ ഇളയ സഹോദരനോട് പറയത്തില്ല, എന്നോട് മാത്രമാണ് ഈ ദൂത് പറയുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ളവർ വരുമ്പോൾ പിൻവാതിലൂടെ ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലില്ലെങ്കിൽ പോലും ആ വന്ന ദൈവദാസനോ ദൈവദാസിയോ പറഞ്ഞിട്ട് പോകും, നിങ്ങളുടെ മൂത്ത മകനെ ദൈവം തന്റെ വേലയ്ക്കായിട്ട് കണ്ടിരിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അന്ന് എൻ്റെ മാതാപിതാക്കൾ ബാംഗ്ലൂരാണ്, എനിക്കൊരു അസാധാരണമായ രോഗമുണ്ടായി. ആ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പല ഡോക്ടർമാരെയും ആശുപത്രികളൊക്കെ കാണിച്ചെങ്കിലും സൗഖ്യമാകാതെ ഒരു ഡിസംബർ മാസം 1972 ഡിസംബർ മാസത്തിൽ ബാംഗ്ലൂരിലെ സെന്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞുങ്ങളുടെ വാർഡാണ്, എമർജൻസി വാർഡാണ്, അനേക കുഞ്ഞുങ്ങളോട് അഡ്മിറ്റാണ്. അപ്പൊ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞത്, എല്ലാ ദിവസവും ഒരു ഡെഡ് ബോഡി അവിടുന്ന് പോകുന്നത് ഞാൻ കാണാറുണ്ട്. അതെന്റെ മനസ്സിനെ വളരെയധികം ഭാരപ്പെടുത്തി. അങ്ങനെ എൻ്റെ മാതാവ് ആശുപത്രിയിൽ, എൻ്റെ മാതാവും പിതാവും ബന്ധുക്കളൊക്കെ ആശുപത്രിയിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് 25-ാം തീയതി ഡിസംബർ 25-ന് ഡോക്ടർ പറയുകയാണ്, അടുത്ത 48 മണിക്കൂർ വളരെ സീരിയസ് ആണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. 26-ാം തീയതി രാവിലെയും ഒരു മാറ്റവുമില്ല. എൻ്റെ ശരീരത്തിൽ എല്ലായിടത്തും ട്യൂബ് കയറ്റിയിട്ടുണ്ട്. പാൽ കുടിക്കുന്നില്ല, മലമൂത്ര വിസർജനമില്ല. ഒരു ജീവശവം പോലെ കഴിഞ്ഞ 10 ദിവസമായി കിടക്കുകയാണ്. ഡോക്ടർമാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മരുന്നുകൾ ശരീരത്തിൽ ഏൽക്കുന്നില്ല. 27-ാം തീയതി ഡിസംബർ 27 രാവിലെ എൻ്റെ ശവശരീരം എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. ഐസ് വാട്ടറിൽ കുളിപ്പിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്നെ അവർ എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. എൻ്റെ മാതാവിന്റെ പ്രായം 18 വയസ്സാണ്. എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് ഇത് കണ്ട് സഹിക്കാനാകാതെ വളരെയധികം ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, എൻ്റെ മാതാവിന്റെ വേദന, എൻ്റെ പിതാവിന്റെ വേദന ബന്ധുക്കൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവരുടെ ചോദ്യം, ഞങ്ങൾക്ക് തന്ന കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ദൈവം തിരിച്ചെടുത്തത്? കുറെ നേരം അവർ കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ മാതാവിന്റെ അകത്തൊരു ചിന്ത വന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, ഇനിയും ഉയർപ്പിക്കും. അങ്ങനെയെങ്കിൽ ആ യേശു സത്യമാണെങ്കിൽ എൻ്റെ മകനെ ഉയർപ്പിക്കണം. അപ്പൊ എൻ്റെ മാതാവ് ആ ശവശരീരം കയ്യിൽ വെച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആശുപത്രി ഉണ്ടായിരുന്ന വിദേശികളായ നഴ്സുമാർ ഈ പെൺകൊച്ച് ഈ ശവശരീരം കണ്ടാൽ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മാതാവിന്റെ കയ്യിൽ നിന്നും ആ ഡെഡ് ബോഡി എടുത്ത് അകത്ത് കൊണ്ടുവച്ചു. അവരകത്ത് വെച്ച് അല്പസമയം കഴിഞ്ഞു, ചില മണിക്കൂറുകൾ കഴിഞ്ഞു. പുറത്ത് ഇവരെല്ലാം ഭാരത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു നേഴ്സ് അതിലൂടെ കടന്നു പോകുമ്പോൾ
ഡെഡ് ബോഡിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന അവർ കണ്ടു. പെട്ടെന്ന് ഡോക്ടർമാരെ വിളിച്ചു. അവർ ആ പൊതി ശവശരീരത്തിന്റെ കെട്ടഴിച്ചപ്പോൾ അതിനകത്ത് അവർ കണ്ടത് ജീവനുള്ള കുഞ്ഞിനെയാണ്. അങ്ങനെ ദൈവം എനിക്ക് ജീവൻ തിരികെ തന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നേർന്നു, ഇവൻ വലുതായാൽ അച്ഛനാക്കാം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ ഇത് എനിക്കൊരു രഹസ്യമായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പനും അമ്മയും എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്. എന്നാൽ അതിനോടുള്ളൊരു ആഭിമുഖ്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ ബിസിനസ് തകർന്നു. എൻ്റെ മാതാവ് സർക്കാർ ജോലിക്കാരിയായിരുന്നു. ആ ജോലിയിൽ തടസ്സങ്ങൾ നേരിട്ടു. 12 വയസ്സുള്ളപ്പോൾ വീടിന്റെ ചുമതല എൻ്റെ ചുമലിലായിരുന്നു. വളരെയധികം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും എനിക്ക് കാണുവാനിടയായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, കുടുംബത്തെ നടത്തണമെന്ന് മാത്രമായിരുന്നു ചിന്ത. ഞാൻ 6ാം ക്ലാസ് തൊട്ട് പാലക്കാടുള്ള PMG ഹൈസ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വീടിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാലക്കാട് ടൗണിലുള്ള AG ചർച്ചിലാണ് ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാൻ 6ാം ക്ലാസ് തൊട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരുടെ കൂടെ പോകാറുണ്ട്. ട്രാക്ട് കൊടുക്കാനും പരസ്യയോഗം നടത്താനും ഒക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. കൺവെൻഷനുകൾക്ക് പാടാൻ പോകുമായിരുന്നു. ഒരു മ്യൂസിക് ടീമിന്റെ കൂടെ അതിന്റെ മാനേജറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതമായിരുന്നു. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം എന്നോട് ചോദിക്കും, നീയും കലക്കവെള്ളത്തിൽ മുങ്ങൂ? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ തൂക്കം പൊന്നു തന്നാലും ഞാൻ ഈ പണിക്ക് പോകത്തില്ല. എൻ്റെ അപ്പച്ചൻ മരിച്ച സമയത്ത്, എൻ്റെ മാതാവിന്റെ അപ്പച്ചൻ മരിച്ച സമയത്ത്, അതിന്റെ 11, 21 അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ 11 കഴിഞ്ഞ സമയത്ത് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് അച്ഛനും മറ്റാളുകളൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ വയസ്സ് 15 വയസ്സ് തികയുന്നു. എടാ, നീയും പോയി കലക്കവെള്ളത്തിൽ മുങ്ങുവോ? ഞാൻ പറഞ്ഞു, അച്ഛാ ഒരിക്കലും മുങ്ങത്തില്ല. ആ സംസാരം കഴിഞ്ഞു. 21-നും അച്ഛനെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. എൻ്റെ പപ്പയും മമ്മിയും അന്ന് വന്നിട്ടുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുള്ള വെറുപ്പ് മൂലം ഞങ്ങളുടെ വീടുകളിൽ എന്ത് പ്രാർത്ഥന ഉണ്ടെങ്കിലും ധൂപം വീശുവാൻ ഞാൻ എടുക്കാറുണ്ട്. എന്നിട്ട് പപ്പയുടെയും മമ്മിയുടെയും മുന്നിൽ 2 നീട്ടി വീശും. കാരണം അവരെ ഇറിറ്റേറ്റ് ചെയ്യണം. അപ്പൊ അന്ന് ഞാനത് ചെയ്തു. അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ഈ പെന്തക്കോസ്ത് മാർഗത്തെ വെറുക്കുന്ന ഒരു ജീവനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നമസ്കാരം ചൊല്ലണം, ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. പെന്തക്കോസ്ത് സഭയിലും പോവും, പള്ളിയിലും പോവും. എന്നാൽ ഒരു ദിവസം ബൈബിള് വായിച്ചപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം ഉടലെടുത്തു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എനിക്ക് ദൈവമായിരുന്ന ഞാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാമെങ്കിൽ നീ എന്തിനാണ് അത് എതിർക്കുന്നത്? നീ എന്നേക്കാൾ വലിയവനാണോ? ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ വീണുപോയി. ഞാൻ പറഞ്ഞു, കർത്താവ്, നിന്നേക്കാൾ വലിയവൻ ആരുമില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് സ്നാനപ്പെടണം. എന്നോട് ആരും ദൈവദാസന്മാര് പറഞ്ഞിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടത്. ദൈവവചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടപ്പോഴാണ് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തത്. പക്ഷെ എൻ്റെ സ്നാനത്തിന്റെ തീരുമാനം എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കളിലും വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. എൻ്റെ സ്നാനത്തിന്റെ അന്ന് സ്റ്റേ ഓർഡർ കൊണ്ടുവരുമെന്നുള്ള ഇഷ്യൂ വരെ ഉണ്ടായി. എന്നാൽ അന്ന് 1988 മെയ് മാസം 22-ാം തീയതി സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ സ്നാനപ്പെട്ടതിനു ശേഷം പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നും കർത്താവിന് വേണ്ടി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉടലെടുത്തു. എന്നാൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ശരിയായ മാർഗദർശനം ലഭിക്കാത്തത് കൊണ്ട്
വഴിതെറ്റിപ്പോകുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഞാൻ എൻ്റെ കോളേജ് പഠനത്തിനായി പ്രീ ഡിഗ്രിക്കായിട്ട് ചേർന്നു. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഒരു പുതിയ ട്രാക്റ്റ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൊണ്ടുപോയി കൊടുക്കും. അന്നേ അവരെന്നെ വിളിക്കുന്നത് ഉപദേശി അല്ലെങ്കിൽ ഹല്ലേലൂയക്കാരൻ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾ അധികം പേരും എൻ്റെ ക്ലാസ്സിലില്ല. പക്ഷെ എല്ലാ ആഴ്ചയിലും ഞാൻ ട്രാക്റ്റ് കൊണ്ടു കൊടുക്കും. കാരണം എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും പാസ്റ്റർ പി ഡി ജേക്കബ് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ അംഗമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ പറഞ്ഞതുപോലെ മലമ്പുഴയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ട്രാക്റ്റ് കൊടുക്കാൻ പോകും. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഞാൻ പാസ്റ്ററുടെ ഒപ്പം ഉണ്ടായിരുന്നു. പാസ്റ്റർ സ്വന്തം മകനെ പോലെ എന്നെ സുവിശേഷ വേലയിൽ കൈപിടിച്ച് നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് സുവിശേഷ വേലയോടുള്ള താല്പര്യം വർദ്ധിച്ചു. പതിയെ പതിയെ കർത്താവിനെ സ്വന്തമായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അന്ന് 2 രൂപയാണ് ഒരു സൈക്കിളിന്റെ വാടക. എനിക്ക് സ്വന്തമായിട്ട് സൈക്കിളുണ്ട്. 4 രൂപ ഒരുമിച്ച് കിട്ടിയാൽ ഞാൻ 2 പേർ കൂട്ടുകാരെ കൂടെ കൂട്ടി ഞങ്ങൾ 4-5 പേർ ചേർന്ന് ഈ 3 സൈക്കിളുമായി ബാറ്ററി വെച്ച് കെട്ടി, മൈക്ക് വെച്ച് കെട്ടി കവലകളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കും. വൈകുന്നേരമായ 4 രൂപ വാടക കൊടുത്താൽ മതി, 2 സൈക്കിൾ കിട്ടും. അങ്ങനെ പലയിടത്ത്, പാലക്കാടിന്റെ പല ഭാഗത്ത് സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പലരും എന്നോട് അഭിപ്രായപ്പെട്ടു, മോനെ തുടർന്ന് നീ ബൈബിൾ സ്കൂളിൽ പോകണം. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ എൻ്റെ വീടിനെ എനിക്ക് നോക്കണം. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അതിനിടയിൽ പല PSC ടെസ്റ്റുകൾ എഴുതി. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹം ആർമിയിലും. എനിക്ക് നേവിയിലേക്ക് പോകാൻ പേടിയായിരുന്നു, നീന്തൽ അറിയത്തില്ല. അതുകൊണ്ട് നേവി അപ്ലൈ ചെയ്തില്ല, ആർമിയിലും എയർഫോഴ്സിലും. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിന് ആർമിയിൽ സെലക്ഷനായി, എനിക്ക് എയർഫോഴ്സിൽ സെലക്ഷനായി. കൊച്ചി തേവരയിൽ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു, നീ എയർഫോഴ്സിലല്ല എൻ്റെ ഫോഴ്സിൽ വേല ചെയ്യണം. അതൊരു ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. വീട്ടിൽ വന്ന ഉടനെ എയർഫോഴ്സിൽ നിന്ന് കിട്ടിയ ലെറ്റർ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ കീറി ഞാൻ കത്തിച്ചു. അതെന്റെ വീട്ടിൽ വലിയ കൊള്ളക്കം ഉണ്ടാക്കി. നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്, ഇതിനു വേണ്ടി അയച്ചതൊക്കെ നീ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ചിന്തിച്ചിട്ടാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവശബ്ദം കേട്ടു. എന്നാൽ ചെറുപ്പത്തിൽ എൻ്റെ മരണസമയത്ത്, ഞാൻ മരിച്ചു എന്ന് കരുതിയ സമയത്ത് അച്ഛനാക്കാമെന്നൊക്കെ നേർന്നെങ്കിലും ചുറ്റുപാടുകളൊക്കെ മാറിയപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ മറന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാണ്. അതിനെ മാറ്റരുത്. ഏത് പരിസ്ഥിതി ഉണ്ടായാലും നിങ്ങൾ ദൈവത്തോടെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ അന്ന് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ തീരുമാനമെടുത്തു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചതിന് ശേഷം പല നാളുകൾ പാലക്കാടും കുന്നംകുളത്തിന്റെ പല പരിസരത്തും കർത്താവിന്റെ വേലയിൽ ട്രാക്ടർ കൊടുക്കുക, പരസ്യയോഗം നടത്തുക എന്നുള്ള വേലയിൽ വ്യാപൃതമാകുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം കർത്താവ് തന്ന നിയോഗപ്രകാരം എറണാകുളം പുത്തൻകുരിശിലുള്ള ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജിൽ വചനം പഠിക്കുവാനായിട്ട് പോയി. ഇംഗ്ലീഷ് മീഡിയമാണ്, എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. അവിടെ ചെന്ന് മലയാളം പറഞ്ഞാൽ ഒരു വാക്കിന് 1 രൂപ ഫൈൻ കൊടുക്കണം. വല്ലാത്തൊരു കഷ്ടപ്പെട്ട സമയത്താണ് ഞാൻ ചെന്ന് ബൈബിൾ കോളേജ് ചെന്ന് ചേരുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ ചേർന്നു. പോകുന്ന സമയത്ത് IPSൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, മോനെ, ബൈബിൾ സ്കൂളിൽ നിന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്, നിന്റെ സകല ആവശ്യങ്ങളും ഞാൻ നിവർത്തിച്ചു തരും. ബൈബിൾ സ്കൂളിൽ ഞാൻ ചെല്ലുന്നത് വിശുദ്ധന്മാരുടെ ലോകത്തിലേക്കാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കയറി ചെല്ലുന്നത്. കാരണം എനിക്ക് ബൈബിൾ സ്കൂളിനെ കുറിച്ച് അറിയില്ല. എൻ്റെ ബന്ധത്തിൽ ആരും വിശ്വാസത്തിലില്ല. അതുകൊണ്ട് ബൈബിൾ സ്കൂൾ എന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രതീതിയിലാണ് ഞാൻ ചെന്ന് കയറിയത്.
എന്നാൽ അവിടെ ചെന്ന് കയറിയപ്പോൾ മനസ്സിലായി പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് അവിടെ മനസ്സിലായി. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാ ഞായറാഴ്ചയും വെള്ള ഷർട്ട് നിർബന്ധമാണ്. എന്റെ കയ്യിൽ വെള്ള ഷർട്ട് ഇല്ല. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു സഹോദരൻ 2 വെള്ള ഷർട്ട് ഉണ്ട്. എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന്റെ വെള്ള ഷർട്ട് കടമായി എടുത്തിട്ടാണ് ഞാൻ ആരാധനയ്ക്ക് കയറുന്നത്. പക്ഷെ ഒരു ഞായറാഴ്ച ആ സഹോദരൻ ഇട്ട വെള്ള ഷർട്ടിലേക്ക് ചായ വീണ് കറയായി. ഉടനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ ഷർട്ട് എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ അന്ന് ഞാൻ ഷർട്ട് തിരിച്ചു കൊടുത്തു. കളർ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ അന്ന് ആരാധനയ്ക്ക് കയറിയത്. എനിക്ക് ഫൈൻ കൊടുക്കേണ്ടി വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇനി തൊട്ട് ഞാൻ ആരും ഷർട്ട് കടം മേടിക്കരുത്, എനിക്ക് സ്വന്തമായിട്ട് ഷർട്ട് തരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4 മണി ആയപ്പോൾ ഒരു ഗസ്റ്റ് എന്നെ കാണാൻ വന്നു. അദ്ദേഹം വന്നിട്ട് 2 വൈറ്റ് ഷർട്ടിന്റെ ഷർട്ട് പീസ് എനിക്ക് തന്നു. ഒപ്പം 30 രൂപയും. അന്ന് ഒരു ഷർട്ട് തയ്ക്കാൻ 15 രൂപയാണ് ചാർജ്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഒരു ഷർട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തു. ഒപ്പം വെള്ള ഷർട്ട് ഇല്ലാത്ത വേറൊരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഷർട്ട് പീസ് കൊടുത്തു, 15 രൂപയും കൊടുത്തു. അങ്ങനെ ആദ്യം ദൈവം എന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു. വെള്ള ഷർട്ട് കിട്ടി. പരീക്ഷ സെമസ്റ്ററിന്റെ എക്സാം, ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്നപ്പോൾ ഫീസ് അടയ്ക്കണം. 30 രൂപയാണ് ഫീസ്. അപ്പൊ എന്നെ സഹായിക്കാൻ ആരുമില്ല. വീട്ടുകാരും എന്നോട് താല്പര്യത്തിലല്ല. കാരണം കർത്താവിന്റെ വേലയ്ക്ക് പോയതുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ വീട്ടിലുണ്ടായി. ആ സമയത്ത് എന്നെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആ വ്യക്തിക്ക് ഞാൻ കാർഡിലാണ് അന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. 10 പൈസയാണ് അന്നത്തെ ഒരു കാർഡിന്റെ. ഞാൻ അദ്ദേഹത്തിന് ഒരു കാർഡ് അയച്ചു, മറുപടിയില്ല. രണ്ടാമതൊരു കാർഡ് അയച്ചു, മറുപടിയില്ല. ക്ലാസ്സിൽ മിക്കവാറും പേര് എക്സാം ഫീസ് അടച്ചു, ഞാൻ മാത്രം അടച്ചിട്ടില്ല. പിന്നെ ഞാൻ കോളേജിൽ പറഞ്ഞ് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തു. അങ്ങനെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ സാറിനെ ഞാൻ വിളിച്ചു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു എന്നെ വിളിച്ച് എന്റെ ആവശ്യങ്ങൾ പറയുവാൻ? എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ഫോൺ താഴെ വെച്ച് കരഞ്ഞ്, ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ പുറകിൽ റബ്ബർ കാടാണ്, അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ കോളേജ് നിയമമുണ്ട്, കോളേജിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാലും ആരോടെങ്കിലും പറയണം. കാരണം ഒരാൾക്കെങ്കിലും അറിയണം ആ സ്ഥലം എവിടെയാണ്. അങ്ങനെ ഞാൻ ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയുക, പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട്. പോസ്റ്റ്മാൻ വന്ന് 30 രൂപയുടെ ഒരു മണി ഓർഡർ എനിക്ക് തന്നു. ഞാൻ അഡ്രസ്സ് നോക്കി, അഡ്രസ്സ് കുറിച്ചെടുത്ത് ആളെ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫീസ് കൊടുത്തു. അടുത്ത പ്രാവശ്യം അവധിക്ക് ചെന്നപ്പോൾ ഈ 30 രൂപ അയച്ച ആളെ ഞാൻ തേടി കണ്ടുപിടിച്ചു. അത് വേറെ ആരും ആയിരുന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് പ്രവചിച്ചത് ആ ആന്റിയോടാണ്. ദൈവം എനിക്ക് പ്രവചനപരം തന്നതും പ്രാർത്ഥിച്ചതും ആ വ്യക്തിക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ആ ആന്റിയെ കണ്ട് ചോദിച്ചു, ആന്റി എനിക്ക് 30 രൂപ അയക്കാനുള്ള കാരണം എന്താണ്? ആന്റി എന്നോട് പറഞ്ഞു, മോനെ, നീ ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ഉച്ചയൂണ് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരികളോടൊപ്പം വാക്കിങ്ങിന് പോയപ്പോൾ പോസ്റ്റ് ഓഫീസ് കണ്ടു. പെട്ടെന്ന് മനസ്സിൽ തോന്നി, നിന്റെ പേരെൻ്റെ മനസ്സിൽ വന്നു, നിന്നെ സഹായിക്കണം. ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല, എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ 30 രൂപ ഉണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടാണ് ഞാൻ നിനക്ക് മണി ഓർഡർ അയച്ചത്. ഞാൻ ആന്റിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയതാണെങ്കിൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയ വ്യക്തി ദൈവത്തിങ്കിലേക്കല്ലാതെ മനുഷ്യനിലേക്ക് നോക്കരുത്. അന്ന് തൊട്ട് വിശ്വാസ ജീവിതം പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ ചെന്നുപെട്ടത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കർത്താവ് അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. 5 വട്ടം മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. മരിച്ചുപോയി തിരികെ വരത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നും
കർത്താവ് ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നതിന്റെ അർത്ഥം കർത്താവിന്റെ പദ്ധതി ഇനിയും ബാക്കിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വടക്കേ ഇന്ത്യയെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. വടക്കേ ഇന്ത്യയിൽ ജനങ്ങൾ യേശുവിനെ അറിയാതെ മരിക്കുന്നു. അവരുടെ അടുക്കിലേക്ക് ആര് പോകും? ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ എല്ലാ മാസവും ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറിയെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കും. അത് മാത്രമല്ല, ആ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓഫറിംഗ് എടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. ആ പ്രാവശ്യം ഒരു മിഷണറി വന്ന് സാക്ഷ്യം പറഞ്ഞു. ഓഫറിങ്ങിന് വേണ്ടി ആളുകളെല്ലാം പോയി കൊടുത്തു. എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ല. എല്ലാവരും കൊണ്ട് ഓഫറിംഗ് ഇട്ടപ്പോ ഞാൻ മാത്രം നിൽക്കുന്നത് കണ്ട പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു ചോദിച്ചു, സൈമൺ മാത്രം എന്തുകൊണ്ട് ഓഫറിംഗ് ഇടാത്തത്? ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ നിശബ്ദനായി ആ ഓഫറിംഗ് ബോക്സിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ ആ ഓഫറിംഗ് ബാഗിന്റെ മുന്നിൽ നിന്ന് വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. മറ്റാർക്കും എൻ്റെ തീരുമാനം അറിയില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കുന്നില്ല, ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്രയും അറിയാം, ജനം യേശുവിനെ കുറിച്ച് അറിയാത്ത സ്ഥലമാണ്, അവിടെ പോകണം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണം വെക്കേഷനെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരനുമായി ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എവിടെ നിന്നെല്ലാം ട്രാക്ട് കിട്ടുമോ അതെല്ലാം ഞാൻ കളക്ട് ചെയ്യും. കാരണം ഓണം വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് അവധിക്കാലത്ത് ഇതെല്ലാം ട്രാക്റ്റുമായിട്ട് പോകുക എന്നുള്ളതാണ്, വീട്ടിലിരിക്കാറില്ല. അങ്ങനെ ഞാനൊരു സഹോദരനുമായി വീട്ടിലേക്ക് വന്നു. ദൈവം എന്നെ ഒരു സ്ഥലം കാണിച്ചു തന്നു. മലമ്പുഴയിൽ എല്ലാ വെള്ളി, ശനി, ഞായറും മുൻപ് ഞാൻ ട്രാക്ട് കൊടുക്കാൻ പോയിരുന്നു. എന്നാൽ മലമ്പുഴയിൽ നിന്ന് ഒരു ബോട്ട് അക്കരയ്ക്ക് പോകുന്നുണ്ട്, ആനക്കല്ല് എന്നുള്ള സ്ഥലത്തേക്ക്. അപ്പൊ ഈ ബോട്ട് പോകുമ്പോൾ ഞാൻ പലപ്പോഴും നോക്കി നിന്നപ്പോൾ ഒരു കാര്യം തോന്നി, ഇതിന്റെ അക്കരെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവര് സുവിശേഷം കേട്ടിട്ടുണ്ടോ? അവരടുക്കൽ ആര് പോകും? അങ്ങനെ ഈ ഓണ അവധിക്ക് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ആ സഹോദരനുമായി എൻ്റെ സഹോദരനെയും കൂട്ടി തിരുവോണത്തിന്റെ അന്ന് ആനക്കല്ലിലേക്ക് ബോട്ട് കയറി. അപ്പൊ ആഹാരം എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആനക്കല്ലിൽ ചെന്ന്, അന്ന് ആനക്കല്ലിൽ വീട് വളരെ കുറവാണ്, ഏതാണ്ട് 1 കിലോമീറ്റർ നടന്നാലേ ഒരു വീട് കാണത്തുള്ളൂ. ഞങ്ങൾ ആനക്കല്ല് മൊത്തം നടന്ന് ഓരോരോ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു, സുവിശേഷ പ്രതികൾ കൊടുത്തു, പുതിയ നിയമം കൊടുത്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പച്ചനെ കണ്ടു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പച്ചൻ പറഞ്ഞ മറുപടി ഇന്നും എൻ്റെ കാതിൽ അലയടിക്കുന്നതാണ്. മോനെ, യേശുവിന് വോട്ട് തരാം, ഞങ്ങൾക്ക് ഇങ്ങോട്ട് റോഡും കരണ്ടും കൊണ്ട് തരാവോ? അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ അപ്പച്ചൻ യേശു ആരാണെന്ന് അറിയത്തില്ല. അപ്പച്ചന്റെ ചിന്ത ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നുള്ള ചിന്തയാണ്. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്തെ ആത്മഭാരം വർദ്ധിപ്പിച്ചു. ഇന്ന് ഞാൻ അറിയുന്നത് ആനക്കല്ലിൽ പല പ്രവർത്തനങ്ങളുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ആ ആയിരുന്ന സമയത്തൊക്കെ ആനക്കല്ലിൽ പോകുവാനും പ്രവർത്തിക്കാനും കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ആ ഫസ്റ്റ് ഇയർ ഫിനിഷ് ചെയ്തപ്പോൾ വടക്കേ ഇന്ത്യക്ക് പോകുന്ന ആഗ്രഹത്തോടെ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം എന്നെ അഡ്വൈസ് ചെയ്തു, മോനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം പോകാം. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പോയില്ലെങ്കിൽ അനേകരും മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. ഇപ്പോൾ പോകേണ്ട സമയമായിട്ടില്ല. ആ ദർശനത്തെ അനുസരിച്ച് വടക്കേ ഇന്ത്യക്കുള്ള തീരുമാനം ഞാൻ മാറ്റി. ആ സമയത്ത് തന്നെ കുന്നംകുളത്ത് പഴഞ്ഞിയിലുള്ള ചുമ്മാരുവാസയുടെ കൂടെ ചേർന്ന് ഒരു സഹശുശ്രൂഷകനായിട്ടും കാട്ടകാമ്പാൽ എന്നൊരു സ്ഥലത്ത് ഒരു വേലസ്ഥലം ഏറ്റെടുത്തും പ്രവർത്തിക്കുവാനും തുടങ്ങി. ആ കാലയളവിലാണ് ഹിസ് ടാലന്റ് എന്നൊരു മാസിക ഞാൻ ആരംഭിക്കുന്നത്. ദൈവാത്മാവ് ഒരു ഗൈഡൻസ് തന്ന് ആ മാസിക പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ മാസവും 1000 കോപ്പി മാസികകൾ. തുടക്കത്തിൽ തോന്നി ഇതൊക്കെ എളുപ്പമായിരിക്കുമെന്ന്. പക്ഷെ മാസിക പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് വളരെ ചിലവുള്ളതും തലവേദനയുള്ളതുമായ പ്രശ്നമാണെന്ന്. ഏതാണ്ട്
2 വർഷം ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോരുന്നത് വരെ ഞാൻ ആ മാസിക പ്രവർത്തനം ചെയ്തു. പല അത്ഭുതങ്ങൾ ദൈവം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. വിസ്താരഭയം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ വർഷത്തെ എന്റെ യാത്ര ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നില്ല. ദൈവം എന്നെ വിളിക്കണം. ഞാൻ ഒരുമ്പെട്ടപ്പോൾ ദൈവം സമ്മതിച്ചില്ല. ദൈവം എന്നെ വിളിക്കാതെ ഞാൻ ഇനി പോകത്തില്ല. അപ്പൊ എന്റെ മാസിക പ്രവർത്തനമുണ്ട്, സഭയുടെ സഹശുശ്രൂഷ എന്നുള്ള പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് വടക്കേ ഇന്ത്യക്കുള്ള ചിന്ത ഞാൻ വിട്ടുകളഞ്ഞു. എന്നാൽ എന്റെ ഗ്രാജുവേഷന്റെ വർഷം എന്റെ മാസിക PG അങ്കിളിനെ എന്റെ മാസിക കിട്ടി. ആ മാസികയ്ക്കകത്ത് ആ മാസികയെ കുറിച്ച് ഒരു അഭിപ്രായം എഴുതി തരുവാൻ ആവശ്യപ്പെട്ട് കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം അന്വേഷിച്ച് എന്റെ ബൈബിൾ കോളേജ് വന്നിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ആ സ്ഥലത്തില്ല. അന്ന് എന്റെ ഒരു ബന്ധുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, PG അങ്കിൾ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് PG അങ്കിളിനെ പേഴ്സണലി അറിയത്തില്ല. PG അങ്കിള് മാസികയ്ക്ക് വേണ്ടി ഒരു ലെറ്ററും എൻ്റെ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. എന്നാൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ PG അങ്കിളിന്റെ ഒരു ലെറ്റർ എനിക്ക് ഒന്ന് കിടപ്പുണ്ട്. നിങ്ങളുടെ മാസിക കണ്ടു, വായിച്ചു. നിങ്ങളെ പോലെ ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഇന്ത്യൻ മെസ്സഞ്ചർ, സമാധാനം, സമർപ്പണം മാസികയിൽ പ്രവർത്തിക്കാനുള്ള അവസരം, അവരുടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അവരുടെ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം, അങ്ങനെ പല ഓപ്ഷൻസ് ഉള്ള ഒരു ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. ബൈബിൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ ലെറ്റർ കിട്ടിയത്. അപ്പോൾ ഞാൻ ദൈവസഭയിലെടുത്ത തീരുമാനം ഓർത്തു. ഞാനായിട്ട് പോകുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അനുവദിച്ചില്ല. അന്ന് ദൈവത്തോട് പറഞ്ഞത്, ദൈവം എനിക്കൊരു ഓഫർ തന്നാൽ ഞാൻ പോകും. അപ്പൊ സുവിശേഷ ഭ്രാന്ത് നന്നായി കാര്യിക്കുന്ന സമയമാണ്. ഞാൻ ഉടനെ തന്നെ തീരുമാനമെടുത്തു, വടക്കേ ഇന്ത്യക്ക് പോകണം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, മെയ് 19 നീ പോകും. എന്റെ കൈവശം ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പണവുമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണം യാത്ര ചെയ്യണം എന്നുള്ള അറിവ് അന്ന് എനിക്കില്ല. ട്രെയിനിൽ കയറി പരിചയമുണ്ട്, പക്ഷേ ദീർഘദൂര യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, മെയ് 19 ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകും. ടിക്കറ്റ് എടുത്തോ? ഇല്ല. അപ്പൊ എന്റെ മാതാവ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. ടിക്കറ്റ് കിട്ടിയില്ല. അന്ന് കമ്പ്യൂട്ടർ റിസർവേഷൻ ഇല്ല. നമ്മുടെ കോട്ടയുടെ ചെറിയ ടിക്കറ്റിന്റെ സമയമാണ്. പാലക്കാട് 4 സീറ്റാണ് അന്ന് ഡൽഹിക്കുള്ളത്. അങ്ങനെ ദിവസങ്ങൾ അടുത്തു വരികയാണ്. എന്റെ യാത്രയുടെ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ ഒരു സഭയിലേക്ക് ശുശ്രൂഷിപ്പാൻ കർത്താവിനെ അയച്ചു. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിച്ചു, മോനെ നീ വടക്കേ ഇന്ത്യയിൽ പോകുക എന്ന് പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ഞാൻ ആ ദിവസം പോയി ട്രെയിനിൽ കയറിയാൽ മതിയല്ലോ. അല്ല, 3 ദിവസത്തെ യാത്രയാണ്, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അദ്ദേഹം എൻ്റെ കയ്യിൽ 300 രൂപ, എൻ്റെ ഓർമ്മ ശരിയാണ്, തന്നു എനിക്ക്. മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യേ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടി. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ മാതാവ് എന്നോട് ചോദിച്ചു, നിനക്ക് ടിക്കറ്റ് വല്ലതും ശരിയായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ഉണ്ട്. അപ്പൊ എൻ്റെ മാതാവിന് ആശ്ചര്യം. ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല. നിനക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടിയത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ആൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് എൻ്റെ ഊഴമായിരുന്നു. എനിക്ക് ആ ടിക്കറ്റ് കിട്ടി. ദൈവം വിശ്വസ്തയോടെ എനിക്ക് ടിക്കറ്റ് ഒരുക്കി തന്നു. ഞാൻ മെയ് 19 എൻ്റെ യാത്ര പാലക്കാട് നിന്ന് ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എന്നെ യാത്ര അയച്ചു. ഭാഷ അറിയത്തില്ല. ഭാഷ അറിയാതെ ഞാൻ ഡൽഹിയിൽ വന്നിറങ്ങി. അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിലെ എൻ്റെ യാത്ര ആരംഭിച്ചത്. 94 വടക്കേ ഇന്ത്യയിൽ വന്നു. PG അങ്കിളിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇന്ത്യൻ മെസ്സഞ്ചറിന്റെ ന്യൂസ് എഡിറ്ററായിട്ട്, അതുപോലെ ഫീൽഡ് സൂപ്പർവൈസറായിട്ടും എന്നെ അപ്പോയിന്റ് ചെയ്തു. ചില വർഷങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോടൊപ്പം ഇന്ത്യൻ മെസ്സഞ്ചറിന്റെ ന്യൂസ് എഡിറ്ററായിട്ടും ഫീൽഡ് വിസിറ്ററായിട്ടും ഒക്കെ
പ്രവർത്തിക്കുവാൻ ഒരു സാവകാശം കർത്താവ് തന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അത് പല കാര്യങ്ങൾ പഠിക്കുവാനും വടക്കേ ഇന്ത്യയെക്കുറിച്ച് ഗ്രഹിക്കുവാനുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞനുസരിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ ദർശനപ്രകാരം ഞാൻ ഭോപ്പാലിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ ഭോപ്പാലിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടിയുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളും എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് വേണ്ടി പലയിടത്ത് അന്വേഷിച്ചിട്ടും അതൊന്നും എനിക്ക് തൃപ്തിയായില്ല. ഞാൻ അവരോട് പറഞ്ഞിരുന്ന ഒരു പോയിന്റ്, ഞാൻ വിവാഹം കഴിക്കുന്ന ആ സഹോദരിക്ക് വടക്കേ ഇന്ത്യക്കുള്ള സമർപ്പണം ഉണ്ടാകണം. 2, ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും അറിയണം. അല്ലാത്തൊരാളെ ഞാൻ വിവാഹം കഴിക്കത്തില്ല. പല നാളുകളായി അന്വേഷിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ അവസാനം എന്നോട് പറഞ്ഞത്, മോനെ, അങ്ങനെ ആരെങ്കിലും നിനക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ ഞങ്ങൾ വിവാഹം നടത്തിത്തരാം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാനും പോകുന്നില്ല, നിങ്ങൾ അന്വേഷിക്കുക. ആ സമയത്താണ് 99 ഞാനൊരു കാസറ്റിന്റെ റെക്കോർഡിംഗ് തൃശ്ശൂർ നടത്തിക്കൊണ്ടിരിക്കുക. കാസറ്റിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് പാട്ട് പാടാൻ വന്ന ഒരു പെൺകൊച്ചിന്റെ പിതാവ് എന്നോട് ചോദിച്ചു, സാറിന് എത്ര മക്കളാണ്? ഞാൻ പറഞ്ഞു, എന്നെയും കൂട്ടി 4. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സാറിന്റെ കല്യാണം കഴിഞ്ഞില്ല? ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ എന്താ കാരണം? ഞാൻ പറഞ്ഞു, വടക്കേ ഇന്ത്യയിലേക്കുള്ള വിളിയാണ് എനിക്കുള്ളത്. അതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള പല ദേവദാസന്മാരുടെ മകളുമായിട്ടും പല വ്യക്തികളും കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ വിളി എന്താണെന്ന് അറിയുന്ന ഒരാളായിരിക്കണം എന്നെ വിവാഹം കഴിയുന്ന നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഇരുന്ന ആ സ്ഥാനം ഉപേക്ഷിച്ചാണ് ഇറങ്ങിയത്. എൻ്റെ അകത്തൊരു ചിന്ത വന്നു, എൻ്റെ സ്ഥാനം, ഞാൻ ഇരിക്കുന്ന സ്ഥാനം മോഹിച്ച് അല്ലെങ്കിൽ ആ സ്ഥിതി കണ്ട് ഒരു പെൺകൊച്ചെൻ്റെ ഇതിൽ കയറി വരരുത്. എൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ കൂടെ വരുവാൻ തയ്യാറുള്ള ഒരു പെൺകൊച്ചു മാത്രം മതി. അങ്ങനെ ആ മാത്തേട്ടൻ എന്ന് വിളിക്കുന്ന ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, അഡ്രസ് എനിക്കിതാ. അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മേടിച്ച് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ലെറ്റർ എനിക്ക് കിട്ടി, ഒപ്പം ഒരു ഫോട്ടോയും. അപ്പൊ അതിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്: ഈ സഹോദരി ബോംബെയിൽ പഠിച്ചതും ഹെൽത്ത് ഇൻസ്പെക്ടറായി പഠിച്ചതാണ്. ആ സഹോദരിക്ക് കർത്താവിന്റെ വേലയുള്ള സ്നേഹം മൂലം അവര് വേല കളഞ്ഞ്, ജോലി കളഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരുള്ള മിസ്മ ബൈബിൾ കോളേജിൽ പഠിച്ച് വീട്ടിലുണ്ട്. ഹിന്ദി അറിയാം, ഇംഗ്ലീഷും അറിയാം, മലയാളവും അറിയാം. വടക്കേ ഇന്ത്യയുള്ള ഒരാളെയാണ് അവർ കാത്തിരിക്കുന്നത്. ഞാൻ ആ ഫോട്ടോയും ഡീറ്റെയിൽസ് മാതാപിതാക്കളെ അറിയിച്ചു. അവരവിടെ പോയി കണ്ടു. പിന്നീട് എൻ്റെ അമ്മാച്ചൻ്റെ കൂടെ ഞാനും ആ പെൺകുട്ടിയെ കാണാനായിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്: എനിക്കൊരു സപ്പോർട്ടില്ല, എന്നെ സഹായിക്കുന്നവരാരുമില്ല. ഗ്രാമങ്ങളിൽ പോകുന്നു, ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് തയ്യാറാണ്? അപ്പൊ ആ സഹോദരി ബോംബെയിലെ ജോലി കളഞ്ഞ് ബൈബിൾ സ്കൂളിൽ പഠിച്ച് നാട്ടിൽ വന്നപ്പോൾ കേരള ഗവൺമെന്റിൽ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി. അപ്പൊ ആ സഹോദരി ചെയ്തെന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തത് കൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ചു. വീണ്ടും ആ സഹോദരിയുടെ പിതാവിന്റെ മരണം നടന്നു. മരണം നടന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പിതാവിന്റെ ജോലി മൂത്ത മകളായ ഈ സഹോദരിക്കാണ് ലഭിക്കേണ്ടത്. അതിനുവേണ്ടിയും അവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. എന്നാൽ ആ സഹോദരി ആ ജോലിയും ഉപേക്ഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, യഥാർത്ഥ വിളിയുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ പേരാണ് ബ്ലസ്സി, എന്നെൻ്റെ ഭാര്യയാണ്. ഞാൻ പെണ്ണ് കാണാനായിട്ട് ആകെ ഒരാളുടെ അടുക്കൽ പോയിട്ടുള്ളൂ. ആ സഹോദരി തന്നെ വിവാഹം കഴിച്ചു. അപ്പൊ ഞാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഡൽഹിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ വന്നത്. വിവാഹത്തിന് ശേഷം തിരികെ ഡൽഹിയിൽ പോകണം. എന്നാൽ 1999 ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PS സാമുവലിന്റെ അടുക്കൽ ഞാൻ ചില നാളുകൾ അവിടെ ആകുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്റർ ബെന്നി ജോൺ ഇന്ന് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഛത്തീസ്ഗഡിലെ ചാപ്പ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബാംഗ്ലൂരിൽ ബൈബിൾ സ്കൂൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഒരു കത്ത് എഴുതി ഇങ്ങനെ ആവശ്യപ്പെട്ടു, അച്ഛൻ ഒക്കുമെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുറച്ച് നാൾ പ്രവർത്തിക്കണം. അദ്ദേഹം വിവാഹിതനല്ല, ആ സ്ഥലത്തെ വേലയ്ക്ക് ഒരു വളർച്ചയില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം വിട്ടതിന് ശേഷം പലയിടങ്ങളിൽ പോയി പല ഗ്രാമങ്ങളിൽ താമസിക്കുകയും പ്രവർത്തിക്കുകയും ഉണർവ് യോഗങ്ങൾ നടത്തുകയും സുവിശേഷ യോഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലും പോയി ചില മാസങ്ങൾ താമസിച്ചു പ്രവർത്തിച്ചത് മൂലമായിട്ട് ആ സഭയിൽ ഉണർവുണ്ടായി, അനേകരെ അഭിഷേകം പ്രാപിച്ചു, അനേകര് സ്നാനപ്പെട്ടു, ആ സഭയുടെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭ പാസ്റ്റർ PS സാമുവലിന്റെ ദി ചർച്ച് ഓഫ് ഗോഡിലെ സഭയായിരുന്നു. ഇവിടെ നടന്ന മീറ്റിങ്ങുകളുടെ സകല വിവരങ്ങളും പാസ്റ്റർ PS സാമുവൽ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാര്യം എനിക്കറിയത്തില്ല. ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പാസ്റ്റർ PS സാമുവലിനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച്, ആ ദേവദാസനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഞാൻ റായ്പൂർ ഇറങ്ങി. ഞങ്ങളുടെ ട്രെയിൻ ലേറ്റായി, പാതിരാത്രിയാണ് ഞങ്ങൾ അവിടെ ചെന്ന് കയറുന്നത്. പിറ്റേന്ന് പാസ്റ്ററെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഇവിടെ ഒരു 5 ദിവസത്തെ മീറ്റിംഗ് നടത്താവോ? ഞാൻ പേടിച്ചു പോയി. കാരണം ഈ ദേവദാസൻ എന്നോട് മീറ്റിംഗ് നടത്താൻ ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെയാണ് അത് പറയുന്നത്? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒക്കത്തില്ല, എനിക്ക് ഹിന്ദി അത്രയും വശമില്ല. മലയാളത്തിലാണെങ്കിലും ഓക്കെ, ഇംഗ്ലീഷിലാണെങ്കിലും ഒപ്പിക്കാം, പക്ഷെ ഹിന്ദി പറ്റത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചാപ്പയിൽ നടന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു ഹിന്ദി ബൈബിൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞാൻ 5 ദിവസത്തെ മീറ്റിങ്ങിന് നോട്ടീസ് അടിക്കുകയാണ്, പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബുദ്ധിമുട്ടാണ്. പറഞ്ഞു, പറ്റും, പ്രസംഗിക്കണം. പാസ്റ്റർ PS സാമുവലിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മീറ്റിംഗ് രാവിലെ 5 മണിക്ക് ആരംഭിക്കും. രാവിലെ 5 മണിക്ക് ഒരു മീറ്റിംഗ്, പിന്നീട് 9:30 ഒരു മീറ്റിംഗ്, ഉച്ചയ്ക്ക് 2:30 ഒരു മീറ്റിംഗ്, വൈകിട്ട് 6:30 ഒരു മീറ്റിംഗ്. ഒരു ദിവസം 4 ഹിന്ദി മെസ്സേജ് വേണം. അപ്പൊ മീറ്റിംഗ് 5 ദിവസത്തെ മീറ്റിംഗ് 20 മെസ്സേജ് വേണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബൈബിൾ ബൈഹാർട്ടാണ് ദേവദാസനെ. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുക എന്നുള്ളത് എന്നെ പോലുള്ള ഒരാൾക്ക് സാധ്യമല്ല. അദ്ദേഹം നോട്ടീസ് അടിച്ചു, മീറ്റിങ്ങിന്റെ ആരംഭമായി. എൻ്റെ അകത്ത് ഭയമുണ്ട്, ശരിയായ ഹിന്ദി വാക്കുകൾ എനിക്ക് അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ച് ഞാൻ ആ സ്റ്റേജിൽ കയറി. ഇന്ന് അവിടെ പാസ്റ്ററായിട്ടിരിക്കുന്ന പാസ്റ്റർ തോമസ് മാമൻ, അദ്ദേഹം അവിടെ വിശ്വാസിയാണ്. ഞാൻ ആദ്യമായിട്ട് ആ ചർച്ചിൽ ചെന്ന് കണ്ടുമുട്ടുന്ന അദ്ദേഹമായിരുന്നു. തോമസ് മാമൻ എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇവിടുത്തെ പാസ്റ്ററായിട്ട് മാറും. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നടക്കുന്ന കാര്യം വല്ലതും പറ. അന്ന് അദ്ദേഹം ജോലി ചെയ്യുവാണ്, ഒരു സാധാരണ വിശ്വാസിയാണ്, ജോലി ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ഡയറിയിൽ എഴുതിയിട്ടു, ഇന്ന് അദ്ദേഹമാണ് റായ്പൂരിലുള്ള ദി ചർച്ച് ഓഫ് ഗോഡ് രാജതലാബ് ചർച്ചിലെ പാസ്റ്റർ. ആ സഭയിൽ ഇപ്പൊ പുതിയ ബിൽഡിംഗ് ആണ്, അന്ന് പഴയ ബിൽഡിങ്ങിലാണ്. ഏതാണ്ട് 250ഓളം പേര്, 300ഓളം പേര് ആരാധനയ്ക്ക് വരും. ആദ്യത്തെ ദിവസം ആരാധന നടക്കുന്ന സമയത്ത് വലിയൊരു ആത്മപ്രവാഹം ഉണ്ടാകുകയും മുന്നിലുള്ള 10 നിരകൾ ആളുകളെല്ലാം തെറിച്ചു പോവുകയും ചെയ്തു. ഞാൻ സ്റ്റേജിലാണ്, ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്, ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചതല്ല. ഒരു വലിയ ആത്മപ്രവാഹം അവിടെ ഉണ്ടായി. അന്ന് പലരും അഭിഷേകം പ്രാപിച്ചു. പക്ഷേ ഉച്ചയ്ക്ക് ആഹാരത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ PS സാമുവൽ എന്നോട് ചോദിച്ചു, ഇയാൾ എന്ത് പണിയാ കാണിച്ചത്? തള്ളി വീഴ്ത്തും ഊതി വീഴ്ത്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ കൂടെ സ്റ്റേജിൽ തന്നെ ഉണ്ടല്ലോ, ഞാൻ താഴെ ഇറങ്ങിയിട്ടില്ല. അരമണിക്കൂറോളം പാസ്റ്റർ എന്നെ തിരിച്ചും മറിച്ചൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ പ്രയാസപ്പെടുത്തി. ഒടുവിൽ പാസ്റ്റർ പറഞ്ഞു, മോനെ, ആത്മപ്രവാഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഞാൻ ഗാന എന്ന് പറഞ്ഞ ആഫ്രിക്കൻ ദേശത്ത് പ്രസംഗിക്കുമ്പോഴും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ മറ്റു പല കണ്ണുകളിലാണ് കാണുന്നത്. ആ മീറ്റിങ്ങിൽ
പാസ്റ്റർ റായ്പൂർ വന്നത് മുതൽ പാസ്റ്റർ പി എസ് സാമുവലിന്റെ സ്വന്തം സഹചാരിയായിരുന്ന ഡോക്ടർ ഡാനിയൽ ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അന്നത്തെ മീറ്റിംഗ് അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ ആ മീറ്റിങ്ങോടുകൂടി പാസ്റ്റർ പി എസ് സാമുവൽ റായ്പൂരിന്റെ ചുറ്റുപാടുമുള്ള അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് ചർച്ചസിൽ ബിലായിലും ഇസ്രാംപൂരിലും അങ്ങനെ ദുർഗിലും രാജസന്തുകാവിലും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഓരോ ആഴ്ചയിൽ 5 ദിവസം മീറ്റിംഗ് ക്രമീകരണം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 1 വർഷത്തോളം ചെലവിടുവാനും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, കൺവെൻഷന് വന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒപ്പം ഓർഡിനേഷനും. അങ്ങനെ 1999 പാസ്റ്റർ പി എസ് സാമുവേലും ഇപ്പോൾ ഗുജറാത്തിലെ കച്ച് ഗാന്ധിധാമിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ സ്റ്റീഫനും ചേർന്ന് കൈവെപ്പ് വെച്ച് എന്നെ ഓർഡൈൻ ചെയ്തു. അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ പലവരും പറഞ്ഞതാണ്, ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് സഭാ ശുശ്രൂഷ താല്പര്യമില്ല. പക്ഷേ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം അവരെന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സൗഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ പി എസ് സാമുവൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, നിത്യയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് പാസ്റ്റർ സ്റ്റീഫനെ വീണ്ടും കാണുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വിവാഹത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. ഞാൻ ഡൽഹിയിൽ റൂം വാടകയ്ക്ക് എടുത്ത് നാട്ടിലേക്ക് പോയി. എന്നാൽ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി എനിക്കൊരു ഫോൺ സന്ദേശം കിട്ടി. അത് അമേരിക്കയിൽ നിന്നുള്ള ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന ജോൺ പി സാമുവലിൻ്റെതായിരുന്നു. അച്ഛൻ എന്നറിയപ്പെടുന്ന ജോൺ പി സാമുവൽ. അദ്ദേഹത്തിന്റെ ചർച്ചിൽ 99 ഒരു കൺവെൻഷന് പങ്കെടുക്കുകയും ട്രാൻസ്ലേഷന് സഹായിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെ കാണിച്ചു എന്നൊരു ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ഭോപ്പാലിൽ വരണം, ബൈബിൾ സ്കൂളിൽ രജിസ്ട്രാറിന്റെ പോസ്റ്റിൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഞാൻ പറഞ്ഞു, അച്ചു, ഇന്ന് എന്റെ കല്യാണ രാത്രിയാണ്. 2000 ഓഗസ്റ്റ് 5 വിവാഹം കഴിയുന്നത്. എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ നമ്പർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ കല്യാണമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പരിശുദ്ധ ആത്മാവ് നിർബന്ധിക്കുന്നതുകൊണ്ട് ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതെന്റെ മനസ്സിൽ കയറി ഉടക്കി. അത് മാത്രമല്ല, ഞാൻ പാസ്റ്റർ പി എസ് സാമുവലിന്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മധ്യപ്രദേശ് എന്നൊരു ബോർഡ് എന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അന്ന് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒന്നാണ്, രണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ കരുതി ഇവിടെയാണല്ലോ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്, അതുകൊണ്ട് മധ്യപ്രദേശ് എന്ന് കാണിക്കുകയാണ്. പക്ഷെ എന്നെ കാണിച്ചത് മധ്യപ്രദേശ് എന്ന് എഴുതിയ ഒരു ബോർഡ് അവിടെ ഫിക്സ് ചെയ്തതായിട്ട് ദൈവാത്മാവിനെ കാണിച്ചു. 2 അച്ഛന്റെ ഫോൺ കോൾ. 3 ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വടക്കേ ഇന്ത്യക്ക് വേണ്ടി ആദ്യം സമർപ്പിച്ചത് മധ്യപ്രദേശിൽ പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചേർന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഭോപ്പാലിലേക്കാണ് പോകേണ്ടത്, ഡൽഹിയിലേക്ക് പോകണ്ട. ഏതാണ്ട് 2 മാസം ഡൽഹിയിൽ മുറിക്ക് വാടക കൊടുത്തു. കല്യാണം കഴിഞ്ഞ് ചില ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ ഭോപ്പാലിൽ വന്ന് ഇന്ത്യ ഫുൾ ഗോസ്പൽ മിഷന്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്ട്രാർ ആയിട്ട് ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. 3 വർഷം 2000 തൊട്ട് 2003 ഒരു ബാച്ച് കംപ്ലീറ്റ് ട്രെയിൻ ചെയ്യുവാൻ, അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവരിന്ന് പലരും കർത്താവിന്റെ വേലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനൊരു സൗഭാഗ്യം കർത്താവ് തന്നു. 2000 വിവാഹം കഴിഞ്ഞാണ് ഞാൻ ഭോപ്പാൽ എത്തിച്ചേരുന്നത്. എന്റെ വടക്കേ ഇന്ത്യൻ യാത്രകൾക്കിടയിൽ അനേക അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് അനുഭവത്തിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. 95 ഞാൻ ആന്ധ്രാപ്രദേശിൽ ഏപ്രിൽ മാസത്തിൽ മീറ്റിങ്ങിന് വേണ്ടി പോയി. സലൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ള അവിടുത്തെ ടീം കോർഡിനേറ്റർ പറഞ്ഞത്, വൈകിട്ടാണ് മീറ്റിംഗ്, പകല് മീറ്റിംഗ് ഇല്ല, വിശ്രമിക്കാം. അപ്പൊ ഞാൻ എൻ്റെ എഴുത്തുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കുറച്ച് റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പാസ്റ്റർ അവിടെ സൈക്കിളിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്താ റെഡി ആകാത്തത്?
ഞാൻ പറഞ്ഞു മീറ്റിംഗ് ഇപ്പൊ ഇല്ലല്ലോ, രാത്രിയാണല്ലോ, രാത്രിയാവുമ്പോ എത്താം. ഏതോ മിസ്കമ്മ്യൂണിക്കേഷൻ മൂലം പകലുള്ള മീറ്റിംഗ് രാത്രിയാണെന്നാണ് ആ പാസ്റ്റർ ധരിച്ചത്. എന്നോട് പറഞ്ഞു എല്ലാവരും വന്നു, അവിടെ കാത്തിരിക്കുകയാണ്, പാസ്റ്റർക്ക് ചെല്ലണം. 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയാ പോകുന്നത്, വണ്ടിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു വണ്ടിയില്ല, രാവിലെ ഒരു ബസ്സുണ്ട്, ആ ബസ് ഇനി പോയി, ഇനി വൈകിട്ടേ ബസ്സുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു സൈക്കിൾ എടുക്കണം. സൈക്കിൾ ചവിട്ടി പരിചയമുണ്ട്. അങ്ങനെ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 15 കിലോമീറ്റർ ദൂരം. പക്ഷെ നല്ല ചൂട്, ആന്ധ്രയിലെ ചൂട് നിങ്ങൾക്കറിയാം. 3 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയപ്പോഴേക്കും എൻ്റെ ഷർട്ടും പാൻറ്റും ഷൂസും സോക്സ് എല്ലാം വേർപ്പുകൊണ്ട് നിറഞ്ഞു. ഞങ്ങൾ വണ്ടി ഒരു മരത്തിന് കീഴിൽ നിർത്തി. ഞാൻ ഷർട്ടൊക്കെ ഊരി ബനിയനൊക്കെ ഊരി പിഴിഞ്ഞ് വീണ്ടും ഇട്ടു. വീണ്ടും യാത്ര ചെയ്തു. ഒരു 3-4 കിലോമീറ്റർ യാത്ര ചെയ്തു. വീണ്ടും നിർത്തി, ഷർട്ടൊക്കെ ഊരി ബനിയൻ ഊരി പിഴിഞ്ഞു. സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ചൂട്. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ ചൂടിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ സാധിക്കത്തില്ല. ഇസ്രയേൽ മക്കൾക്ക് മേഘത്തണലിലൂടെ സഞ്ചരിക്കുവാൻ നീ വഴിയൊരുക്കിയെങ്കിൽ ആ ദൈവം എൻ്റെ ദൈവമാണ്. ഞാൻ ഇനി ആ ഗ്രാമത്തിൽ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ എന്നെ മേഘത്തണലിൽ കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ സൈക്കിളിൽ കയറി, എൻ്റെ കൂടെ ചില സഹോദരന്മാരുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോയി മീറ്റിംഗ് സ്ഥലത്ത് ചെല്ലുന്നവരെ ഞങ്ങൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ചൂട് അനുഭവപ്പെട്ടില്ല. കാർമേഘം വന്നു നിറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് വരെയും മഴ പെയ്തില്ല, പക്ഷെ കാർമേഘം ഉണ്ടായിരുന്നു. ആ തണുപ്പിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവമക്കൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. രണ്ടാമത്തെ ഒരു സംഭവം, മധ്യപ്രദേശിലെ ജാബുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീലുകളും ബിലാലകളും താമസിക്കുന്ന ട്രൈബൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അന്ന് അങ്ങോട്ട് ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ നടന്നു വേണം പോകാൻ, മറ്റു വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഞാനൊരു ദേവദാസന്റെ കൂടെ ജാബുവിൽ ബസ് ഇറങ്ങി ചീരാഖാൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ വഴിയിൽ ഒരു നദി കണ്ടപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അവിടെ ചെന്ന ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല, കുളി നനയല്ല, ഇവിടെ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഞങ്ങൾ അവിടെ കുളിച്ച് നനച്ചെല്ലാം കഴിഞ്ഞപ്പോ ഒരു 10-25 ഗ്രാമക്കാർ ഒരുമിച്ച് കിട്ടി. അപ്പൊ അവരെ ഗ്രാമത്തിലേക്ക് ചെന്ന്, അതിനടുത്താണ്, അവിടെ ഞങ്ങൾ ഇരുന്ന് ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചു. അദ്ദേഹം അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്നു. ഈ ചുഴലിക്കാറ്റ് കണ്ട് ഗ്രാമക്കാരെല്ലാം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അപ്പൊ ഞാൻ അതൊരു ചുഴലിക്കാറ്റ് നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഗ്രാമക്കാരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഓടുന്നേ? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഈ ചുഴലിക്കാറ്റ് വന്ന വീടടക്കം എടുത്തുകൊണ്ട് പോകും, അതുപോലെ ശക്തിയുള്ള കാറ്റാണ്. അപ്പൊ എനിക്കൊന്നറിയാം, നാം വിശ്വാസത്തോടെ പറഞ്ഞാൽ അതൊക്കെ നടക്കും. ഞാൻ ആ സമയത്ത് വിശ്വാസത്തോടെ പറഞ്ഞു, ആ കാറ്റ് ഇങ്ങോട്ട് കയറുകയില്ല. പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശക്തമായി വന്ന ചുഴലിക്കാറ്റ് അവിടെ നിന്ന് വഴി മാറി അങ്ങ് പോയി, ഈ ഭാഗത്തേക്ക് വന്നില്ല. ഇത് കണ്ടപ്പോ ആ ഗ്രാമക്കാരെല്ലാം ഭയപ്പെട്ട് നിലത്ത് വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ദൈവത്തെ കുറിച്ച് കേൾക്കുന്നതും ഇങ്ങനൊരു അനുഭവം കാണുന്നതും. തൽഫലമായി ആ ഗ്രാമക്കാർ യേശുവിനെ സുരക്ഷിതമായി സ്വീകരിച്ചു. ഒരു ഗ്രാമത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്ന ഇങ്ങനെയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തികൾ സാധാരണക്കാരായ ദൈവമക്കൾ കയറി ചെല്ലുമ്പോൾ ദൈവം അവിടെ ചെയ്തു കാണിക്കുകയാണ്. അങ്ങനെ ജാബോയ്ക്കകത്ത് ബീൽ വർഗക്കാരിടയ്ക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഒരു ഗ്രാമം മൊത്തം യേശുവിനെ അറിയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പല സ്റ്റേറ്റുകളിലും പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ മറ്റൊരു അനുഭവം ഉണ്ടായത് ഒറീസയിലെ കുയി വർഗക്കാരുടെ അടുക്കിലേക്ക് പോകുമ്പോഴാണ്. അന്ന് ഫൂൽബാനി, ഇന്ന് അത് കാന്തമാലായിട്ട് മാറി. ഇത് നടക്കുന്നത് 94-ലാണ്. ഏതാണ്ട് 40 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ ഈ കുയി ആളുകൾ താമസിക്കുന്ന മലമുകളിൽ ചെന്ന് പറ്റാൻ ഒക്കത്തുള്ളൂ.
വെളുപ്പിന് 5 മണിക്ക് ഒറീസയിലുള്ള അവിടുത്തെ ടീം ലീഡറുടെ ഒപ്പം മഴയാണ്, റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. വഴിക്ക് ഒരു ചായക്കടയില്ല, നേരായ വഴിയില്ല. ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായ മഴ മൂലം നദിക്കകത്ത് വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആ നദി കടന്നു വേണം ഞങ്ങൾക്ക് ആ ഗ്രാമത്തിലോട്ട് പോകാൻ. ഒരു വഴിയില്ല. മരത്തിന്റെ ചൂട്ടിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു മുന്നോട്ടും പോകാൻ ഒക്കത്തില്ല, പുറകോട്ടും പോകാൻ ഒക്കത്തില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നി പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ ഒരു വഴി തുറക്കണേതോടെ പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു മരം കടപുഴകി ഈ നദിക്ക് കുറുകെ വന്ന് വീണു. നിങ്ങൾക്കറിയാം, ഗ്രാമക്കാരും ആദിവാസികളും യാത്ര ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കൈമഴ ഇപ്പോഴും കാണും. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹോദരന്മാരുടെ അടുക്കലും ഈ കൈമഴ ഉണ്ടായിരുന്നു. അവര് ഈ കൈമഴ കൊണ്ട് ആ മരത്തിന്റെ ബാക്കി ശാഖകളൊക്കെ വെട്ടി അതിലൂടെ നടന്നു പോകാൻ പാകത്തിലുള്ള ക്രമീകരണം ചെയ്ത് കർത്താവിന് സ്തോത്രം പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ദൈവം ഇത്രയും ചെയ്തല്ലോ, ഒരു സ്തോത്രം പറഞ്ഞ് നമുക്ക് പോകാം. ഞങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോ നദിക്ക് കുറുകെ വീണ് കിടക്കുന്ന മരത്തിന്റെ നടുക്ക് ഒരു വലിയൊരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തി കയറിയിരിക്കുക. ഏതാ വെള്ളത്തിലൊഴുകി വന്നതാ, അത് മരത്തിൽ കയറി തട്ടി അതേ കയറി ഇരിക്കുക. അപ്പൊ ഇനി മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ദൈവം അത്ഭുതം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ വഴിയൊക്കെ അടഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും പ്രാർത്ഥന കൊണ്ട് ദൈവം ഇത് ചെയ്തെങ്കിൽ ഇതിനെ മാറ്റാനും കർത്താവിന് അറിയാം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായൊരു വെള്ളം വന്നു, ആ പാമ്പിനെയും കൊണ്ടങ്ങ് പോയി. അങ്ങനെ അത് കടന്ന് ഞങ്ങൾ കുയി ഗ്രാമത്തിൽ ചെന്നു. അപ്പൊ മണിക്കൂർ കണക്കിന് നടന്നുള്ള യാത്ര ക്ഷീണിച്ചു. ആദ്യമായിട്ട് അത്രയൊക്കെ നടക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്ററോട് പറഞ്ഞു, എനിക്കൊരു 15 മിനിറ്റ് കൂടി പ്രസംഗിക്കാൻ സാധിക്കില്ല, അത്രയും ടയേർഡാണ്, ആഹാരം കഴിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ചായ തന്നത് ആട്ടിൻകാഷ്ടന്റെ ഇടയ്ക്ക് കിടന്ന ഒരു ഗ്ലാസ് പെറുക്കി എടുത്തിട്ടാ. അപ്പൊ ഇവര് ആട്ടിൻകാട്ടത്തിൽ നിന്ന് ഈ ഗ്ലാസ് പെറുക്കിയെടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്കറിയില്ല. 2, ആട്ടിൻ പാലിലാണ് ചായ ഉണ്ടായിരിക്കുന്നത്. ആട്ടിൻ പാലിന് ഒരു വാടയുണ്ട്. ആട്ടിൻ കാട്ടത്തിൽ കിടന്ന ആ ഗ്ലാസിന്റെ വാട വേറെ. ഇത് രണ്ടും കൂടി ഇവർ ഈ ചായ ഉണ്ടാക്കി. നല്ല ചായ, എനിക്ക് ഒത്തിരി ചായ ഇഷ്ടമാണ്. അന്നൊക്കെ ഇവര് ചായയും കൊണ്ടുവന്നപ്പോ അന്നൊക്കെ എനിക്കൊരു ശീലമുണ്ട്, ആരെങ്കിലും 1 കിലോമീറ്റർ ദൂരത്ത് പോലും ഛർദ്ദിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. ഇവർ ഈ ചായ കൊണ്ട് എന്റെ അടുക്ക വന്ന് ഈ ഗ്ലാസ് കണ്ടപ്പോൾ ആട്ടിൻകാട്ടത്തിൽ അവർ കിടന്ന് കാണിച്ചതും ആ ഗ്ലാസും ആട്ടിൻ പാലിന്റെ വാടയും ഗ്ലാസിന്റെ വാടയും കൂടെ എന്റെ അകത്തുള്ളതെല്ലാം പുറത്തു വരാൻ ഇങ്ങനെ വെമ്പി നിൽക്കുക. ഞാൻ ആകെ പെട്ടുപോയി. എന്തോ ചെയ്യണം, ഇത് കുടിച്ചില്ലേ ഇവിടെ ശുശ്രൂഷിക്കാൻ ഒക്കത്തില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്കൊരു അത്ഭുതം ചെയ്തു തരണം, ഒരു കൃപ എനിക്ക് തരണം. ഞാൻ കണ്ണു മൂടി ആ ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞ, സാർ നമ്മുടെ ചായ ഇഷ്ടമായി, സാർ ഇനിയും ചായ തരട്ടെ. ഞാൻ പറഞ്ഞു, ഇത്രയും മതി. പലപ്പോഴും വടക്കേ ഇന്ത്യൻ യാത്രകൾ, ഗ്രാമങ്ങൾ, നിഷ്കളങ്കരായ ജനങ്ങൾ, ഇന്നും ഞാൻ ഗ്രാമങ്ങളെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ 32 വർഷമായി വടക്കേ ഇന്ത്യയിലുണ്ട്. ഈ 32 വർഷമായിട്ടും പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചല്ല, ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പട്ടണങ്ങളിൽ പോകാൻ ഒത്തിരി പേരുണ്ട്, എന്നാൽ ഗ്രാമങ്ങളിൽ പോകാൻ ആൾക്കാർ ഇന്നും കുറവാണ്. അവിടുത്തെ താമസം, അവരുടെ ആഹാരം, അവരുടെ രീതികളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ദൈവകൃപ കൊണ്ട് ഈ കഴിഞ്ഞ 32 വർഷം വടക്കേ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ പോകുവാനും ശുശ്രൂഷിക്കുവാനും കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വടക്കേ ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ ഇപ്പോഴുള്ള പ്രതികൂലങ്ങളെ നോക്കാതെ കർത്താവ് നിങ്ങൾ അയച്ച സ്ഥാനത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ തീരുമാനിക്കണം. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവ് തന്ന ദർശനപ്രകാരം ഞാൻ ഭോപ്പാലിൽ വന്നു. ഞാൻ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ കോളാർ എന്നൊരു സ്ഥലത്ത് താമസിച്ച് ചുറ്റുപാടുമുള്ള ചേരികളിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. വൃത്തിഹീനമായ ചേരികളാണ്. ഗ്രാമങ്ങളിലേക്ക് പോകും,
രജിസ്റ്റർ ആയതുകൊണ്ട് എല്ലാ ദിവസവും കോളേജിൽ പോകണം. 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, കസേരയുടെ ഇരിപ്പ് മതി, അത് വിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബൈബിൾ കോളേജിലെ രജിസ്ട്രാർ പദവി വിട്ട് റിസൈൻ ചെയ്ത് ഞാൻ ഇറങ്ങി. പിന്നീട് ഞാൻ താമസിക്കുന്ന കോളാർ എന്ന് പറഞ്ഞ സ്ഥലം ഭോപ്പാൽ സിറ്റിക്കകത്ത് സ്റ്റേഷനിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരത്താണ് കോളാർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഇവിടെ വരുമ്പോൾ ആൾപ്പാർപ്പില്ലാത്തതും വിജനവുമായ പ്രദേശമായിരുന്നു. വണ്ടി സൗകര്യമില്ല, പെട്രോൾ പമ്പ് ഇല്ല, പോസ്റ്റ് ഓഫീസ് ഇല്ല, ബാങ്ക് ഇല്ല. ഈ സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടാക്കിയത്. ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള 100 കിലോമീറ്ററുള്ള ഗ്രാമങ്ങൾ ഞാൻ എൻ്റെ ബൈക്കുമായിട്ട് പോയി സുവിശേഷം അറിയിക്കുകയും ചെയ്തു. എനിക്ക് ബൈക്കില്ലായിരുന്നു. ബൈബിൾ കോളേജിന്റെ സ്കൂട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബൈബിൾ കോളേജ് റിസൈൻ ചെയ്തപ്പോൾ ഞാൻ ആ സ്കൂട്ടർ അവിടെ തിരിച്ചേൽപ്പിച്ചു. ഇപ്പൊ എൻ്റെ യാത്രയ്ക്ക് വണ്ടിയില്ല. ഞാൻ പലരുടെയും വണ്ടി കടം വാങ്ങി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം ഒരാളുടെ വണ്ടി ചോദിച്ചു പോയപ്പോൾ 17 വർഷമായിട്ട് ഓടിക്കാത്ത കേടായ വണ്ടി എനിക്ക് എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, പാസ്റ്റർ ആയതുകൊണ്ട് തന്നതാ. ഞാൻ 1/2 മണിക്കൂർ ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ടായില്ല. അതിനടുത്ത വീട്ടിൽ എൻ്റെ വിശ്വാസിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്ന ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഈ വണ്ടി 17 വർഷമായിട്ട് ഇളക്കിയിട്ടില്ല, അത് എവിടുന്ന് സ്റ്റാർട്ട് ആകാനാ? അപ്പൊ എനിക്ക് മനസ്സിലായി, ആ വീട്ടുകാർ നമ്മളെ കളിയാക്കിയതാണ്. മനവിഷമത്തോടെ വീട്ടിൽ വന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇന്ന് തൊട്ട് നിന്റെ വേലയ്ക്ക് പോകാൻ മറ്റൊരാളുടെ വണ്ടിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയില്ല, എനിക്കൊരു വണ്ടി വേണം. അപ്പൊ ഇതിനിടയ്ക്ക് എൻ്റെ സഭയിലെ ആളുകൾ ഒരു പഴയ വണ്ടി എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ പ്ലാൻ ചെയ്തു. പാസ്റ്റർ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസയും നമ്മളെല്ലാം കൂടെ ചേർത്ത് ഒരു പഴയ വണ്ടി പാസ്റ്റർക്ക് മേടിച്ചു കൊടുക്കണം. ഞാൻ മനോവിഷമത്തോടെ വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ബജാജിന്റെ ഷോറൂമിലേക്ക് പോകണം. അപ്പൊ എൻ്റെ ഒരു സ്വഭാവം വിശ്വാസത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഭോപ്പാലിൽ അന്നുള്ള ബജാജ്, ഹീറോ ഹോണ്ട, അതുപോലെ LML, യമഹ, ഈ 4 കമ്പനിയുടെ വണ്ടിയാണ്, TVS. ഈ 4 ഷോറൂമുകളിലും 5 ഷോറൂമുകളിലും ഞാൻ സ്ഥിരമായിട്ട് കയറും. എല്ലാ മാസവും കയറി കൊട്ടേഷൻ മേടിക്കും. അപ്പൊ ഈ കടക്കാർക്ക് ഇപ്പൊ എന്നെ പരിചയമാണ്. എൻ്റെ ഭാര്യ ഈ ഷോറൂമിനകത്ത് കയറത്തില്ല. കാരണം അവിടെ ചെന്നാൽ ഇവർ വഴക്ക് പറയും, നമ്മളെ പുറത്തിറക്കും. നമ്മൾ പലപ്പോഴും കണ്ടതുകൊണ്ട് അവിടെ പുറത്ത് നിൽക്കും. അവർ അച്ചായം പോയിട്ട് വഴക്ക് കേട്ടിച്ച് പോരെ. എന്നാലും ഞാൻ വിശ്വാസം കളയത്തില്ല, പുതിയ വണ്ടിയുടെ കൊട്ടേഷൻ മേടിക്കും. അപ്പൊ ആളുകൾക്ക് സ്ഥിരമായിട്ട് അറിയാം, ഇദ്ദേഹം കൊട്ടേഷൻ മേടിക്കാൻ മാത്രമേ വരത്തുള്ളൂ, വണ്ടി വാങ്ങിക്കത്തില്ല. അങ്ങനെ ഈ ബജാജിന്റെ ഷോറൂമിൽ നിന്ന് ഒരാൾ എപ്പോഴും എന്നെ വഴക്ക് പറയുന്ന ഒരാളുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് വിഷമത്തോടെ ഇരിക്കുന്ന ദൈവാത്മാവ് പറഞ്ഞു, ബജാജിന്റെ ഷോറൂമിൽ പോകണം, പാസ്ബുക്ക് എടുക്കണം, ഫോട്ടോ എടുക്കണം, അഡ്രസ് പ്രൂഫ് എടുക്കണം. എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്. അന്ന് 1 ലിറ്റർ പെട്രോൾ പോലും 20 രൂപയ്ക്ക് കിട്ടത്തില്ല. കൂട്ടുകാരനെ വിളിച്ചു, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഞാൻ ഈ ഷോറൂമിൽ പോകുക. ഈ ഷോറൂമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്ന മനുഷ്യൻ അവിടെ കാണരുത്, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ പെടരുത് എന്നൊക്കെ പ്രാർത്ഥിച്ച് ആ ഷോറൂമിന്റെ വാതികൽ കൂട്ടുകാരൻ വണ്ടി വെച്ച് ഞാൻ ഇറങ്ങി തിരിഞ്ഞു നോക്കുന്നത് ഈ വ്യക്തിയുടെ മുഖത്തേക്കാണ്. ഇദ്ദേഹന്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ വണ്ടി വാങ്ങിക്കാതെ ഇവിടുന്ന് പോകരുത്. ഞാൻ ആകെ ഞാൻ പറഞ്ഞു, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി തന്നെ വന്നത്, അതിന്റെ വകുപ്പൊക്കെ ഒന്ന് പറഞ്ഞതാ, എന്താണ് നടപടി എന്നൊക്കെ പറ. അദ്ദേഹം പറഞ്ഞു, നടപടിയൊക്കെ ഞാൻ പറയാം, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഫോം എടുത്തുകൊണ്ട് വന്ന് ഫില്ല് ചെയ്തു. എന്നോട് ചോദിച്ചു, മാസം എത്ര രൂപ അടയ്ക്കാം? അവന് 1000 രൂപ അടയ്ക്കാം. അപ്പൊ DP വേണം, ഡൗൺ പേയ്മെന്റ് വേണം 10000 രൂപ. ആ പൈസ എൻ്റെ കയ്യിലില്ല. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഡൗൺ പേയ്മെന്റ് ഞാൻ കൊടുക്കാം, നീ വണ്ടി എടുക്കാതെ ഇന്ന് പോകരുത്. അപ്പൊ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു, ഏത് വണ്ടിയാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, നീല കളറുള്ള ബോക്സർ. നീല കളറുള്ള വണ്ടിയില്ല, ബ്ലാക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, നീല വണ്ടി വരുമ്പോൾ വണ്ടി എടുക്കാം. പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെ പോകാൻ ഒക്കത്തില്ല, ഇന്ന് നീ കറുപ്പ് ബോക്സർ കൊണ്ട് പൊക്കോ, നീല വണ്ടി വരുമ്പോൾ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം.
ഞാൻ അന്ന് ചെന്ന്, എനിക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്, ദൈവാത്മാവ് പറഞ്ഞനുസരിച്ച് ഷോറൂമിൽ ചെന്നു. ഞാൻ അന്ന് വീട്ടിലേക്ക് മടങ്ങിയത് പുതിയ വണ്ടിയുമായിട്ടാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം നമ്മെ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം എല്ലാം കരുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ചിലർ നിങ്ങളെ പരിഹസിച്ചേക്കാം, നിന്ദിച്ചേക്കാം, പക്ഷെ അതൊക്കെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. അതെനിക്ക് മനസ്സിലായി. ഞാൻ പുതിയ വണ്ടി വാങ്ങിച്ച് വീട്ടിലേക്കല്ല വരുന്നത്, അന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്റെ കൂടെ വന്ന സഹോദരൻ ഫോണിൽ വിളിച്ച് എന്റെ ഭാര്യയോട് പറഞ്ഞു, പാസ്റ്റർ പുതിയ വണ്ടി വാങ്ങിച്ച് ചെലവ് തരണം. അപ്പൊ പുള്ളിക്കാരിക്ക് അറിയാം എന്റെ കയ്യിൽ ആകെ 20 രൂപയുള്ളത്. അദ്ദേഹം എങ്ങനെ വണ്ടി വാങ്ങിക്കാനാ? പറഞ്ഞു, കളിയാക്കണ്ട, ഞങ്ങൾ പുതിയ വണ്ടി വാങ്ങിക്കും, അപ്പൊ പാർട്ടി തരാം. അല്ല സിസ്റ്ററെ, പാസ്റ്റർ വണ്ടി മേടിച്ചു. ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വണ്ടി വാങ്ങി, 20 രൂപ കൊണ്ട് പെട്രോൾ ഒഴിച്ചു. മീറ്റിംഗ് സ്ഥലത്തേക്ക് ചെന്നപ്പോ എന്റെ വിശ്വാസികൾക്കൊക്കെ ആശ്ചര്യം. നമ്മൾ പഴയ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ ഒത്തിരി പൈസ ഉണ്ട്, പാസ്റ്റർ ആ പുതിയ വണ്ടി മേടിച്ചുകൊണ്ട് വരുന്നു. ദൈവമക്കളെ, ഇന്ന് വരെ കഴിഞ്ഞ 38 വർഷമായി കർത്താവിന് വേല ചെയ്യുന്നു. ഇന്ന് വരെ പഴയ സാധനങ്ങളൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. ദൈവം തരുന്നെല്ലാം പുതിയതാ, ബ്രാൻഡ് ന്യൂ ആണ്. ദൈവത്തിന്റെ ഒരു കൃപയാണ്. അങ്ങനെ ദൈവം കൃപ ചെയ്ത് ഈ ഭോപ്പാലിൽ, മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ കോളാർ എന്നുള്ള സ്ഥലത്ത് കഴിഞ്ഞ 25 വർഷമായി താമസിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. പലപ്പോഴും സുവിശേഷ വിരോധികളുടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവമാക്കിയിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 2000 വിവാഹം കഴിഞ്ഞ് ഭോപ്പാലിലേക്ക് വന്നു. അതിനിടയ്ക്ക് ചില വിഷയങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. 2001 ദൈവം എനിക്കൊരു മോളെ തന്നു. എൻ്റെ മോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ പിതാവ് മരിച്ചതിന്റെ ജോലി ലഭിച്ചത് എൻ്റെ ഭാര്യയ്ക്കാണ്. മൂത്തതായതുകൊണ്ട് അദ്ദേഹത്തിനാണ് ആ ജോലി കിട്ടിയത്. അപ്പൊ എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് വീണ്ടും അതിന് ലെറ്റർ വന്നത്. അപ്പൊ എൻ്റെ ഭാര്യ എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ഭാര്യയുടെ സഹോദരൻ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പൊ എൻ്റെ വൈഫ് ആ 7-ാം മാസം നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോയി ഈ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഭാര്യയും ഭാര്യയുടെ മാതാവും അവരുടെ സഹോദരിയും ഒരു ഓട്ടോയിൽ ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഇവർ പോകുന്ന ഓട്ടോ പെട്ടെന്ന് മറിഞ്ഞ് ഒരു മതിലിടിച്ച് ഈ ഓട്ടോയ്ക്ക് ഇരുന്ന് എല്ലാവരും തെറിച്ചുപോയി. എൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്, 7 മാസം തികഞ്ഞു. ആ ശക്തൻ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ജംഗ്ഷനിലാണ്, എപ്പോഴും തിരക്കുള്ള ബസ് സ്റ്റാൻഡിലാണ് നടക്കുന്നത്. പക്ഷെ ദൈവകൃപയാൽ ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും വന്നില്ല. ഇടതുവശത്തെ റോഡിൽ സഞ്ചരിക്കുന്ന വാഹനം വലതുവശത്തെ റോഡ് ക്രോസ് ചെയ്ത് മതിൽ ചെന്നിടിച്ച് ഒരു ചാലിനകത്ത് വണ്ടി ഒതുങ്ങി. വണ്ടിക്കകത്തിരുന്ന എല്ലാവരും തെറിച്ചുപോയി. എൻ്റെ ഭാര്യയുടെ മാതാവ് വളരെ ഭാരപ്പെട്ടു. കർത്താവേ, ഗർഭിണിയായ എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിൽ കൊണ്ട് ചെക്ക് ചെയ്തു. ചെറിയ ചില പരിക്കുകൾ അല്ലാതെ ഒരു അപകടവും വരാതെ കർത്താവ് സൂക്ഷിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ വെളിയിലെടുക്കണം, എന്തെങ്കിലും സംഭവിച്ചു കാണും. ഒരു കാര്യം എനിക്കറിയാം, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. എൻ്റെ മകൾ 2001 മെയ് 23 ജനിച്ചു. അവളെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം അവളുടെ ദൂത് പറഞ്ഞു, നീ ഒരു ഡോക്ടർ ആകും. കഴിഞ്ഞ വർഷം ദൈവം അവൾ ചെയ്ത വാഗ്ദത്തം നിവൃത്തിയാക്കി. എൻ്റെ മകൾ ഇന്നൊരു ഡോക്ടറാണ്. അവളുടെ പഠനം പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരാളുടെ സഹായം തേടാതെ എൻ്റെ മക്കളുടെ പഠനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ദൈവം ചെയ്തു. എനിക്ക് 2 മക്കളാണ്, മോള് ഗ്രേസ്, മോൻ പ്രൈസ്. പ്രൈസിന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്തു. ഭോപ്പാലിലെ ഏറ്റവും ഉയർന്ന സ്കൂളിലാണ്
അവൻ അഡ്മിഷൻ എടുക്കാൻ ദൈവം പറഞ്ഞത്. ഞാൻ വളരെയധികം പേടിച്ചു. കാരണം അവിടുത്തെ ഫീസ് എനിക്ക് താങ്ങാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നീ ആ സ്കൂളിൽ തന്നെ നിന്റെ മകൻ അഡ്മിഷൻ എടുക്കണം. അവിടെയുള്ള ഒരു ടീച്ചർ എന്നെ കണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, മോന്റെ പഠനത്തിന്റെ കാര്യങ്ങൾ പാസ്റ്റർ വിഷമിക്കണ്ട, പാസ്റ്റർ അവിടെ അഡ്മിഷൻ എടുക്കണം. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു, ഇവനെ എഴുതാനും വായിക്കാനുള്ള കഴിവില്ല, ഇവന് മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് ഇവനെ ഇനി മുന്നോട്ട് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. എന്റെ ഭാര്യ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലോ. ഒരു വെക്കേഷന്റെ സമയത്ത് ഭാര്യയും മക്കളും ചെന്ന് ബോംബെയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ആന്റി ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു ഡോക്ടറെ അടുക്കൽ പോയി. അന്ന് ആ ഡോക്ടറുടെ കൺസൾട്ടിങ് ഫീസ് 3000 രൂപയാണ്. ഒരു ദിവസം 10 പേഷ്യന്റിനെ കാണത്തുള്ളൂ. എന്റെ മകനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം സർട്ടിഫൈ ചെയ്തു, ഇവനെ പഠിക്കുവാനും എഴുതുവാനുള്ള കഴിവില്ല, എബിലിറ്റി ഇല്ല, നിങ്ങൾ ഭോപ്പാലിൽ കൊണ്ട് അവനെ ചികിത്സിക്കണം. അങ്ങനെ എന്റെ ഭാര്യ ദുഃഖത്തോടെ ഭോപ്പാലിലേക്ക് മടങ്ങി വന്നു. ഞങ്ങൾ ഭോപ്പാലിലുള്ള ആശുപത്രികളിൽ കാണിച്ച് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരാശുപത്രി കഴിഞ്ഞു, അടുത്ത ആശുപത്രി, അടുത്ത ആശുപത്രിയിൽ ചെന്നു, 3ാമതൊരു ആശുപത്രി. അങ്ങനെ ആശുപത്രികൾ മാറി മാറി യാത്ര ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ ഫയലുകളൊക്കെ മേടിച്ച് കീറിക്കളഞ്ഞു. ആ റോട്ടിൽ വെച്ച് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇനി നമ്മുടെ മകനെ മറ്റൊരു ആശുപത്രിയിലോ ഡോക്ടറെ കാണിക്കുകയില്ല. ദൈവം തന്നതാണെങ്കിൽ ദൈവം ആ കാര്യം നിവർത്തിക്കും. ആ ഫയൽ മൊത്തം കീറിക്കളഞ്ഞു. ദൈവമക്കളെ, ഇന്ന് എൻ്റെ മകൻ സൗണ്ട് എഞ്ചിനീയറിംഗിനെ ഫൈനൽ ഇയർ പഠിക്കുകയാണ് കൊച്ചിയിലെ. ഡോക്ടർ വിധി എഴുതി 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല ശതമാനം മാർക്കോടെ ജയിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ദൈവം അവന് താലന്തുകളെ കൊടുത്തു, കഴിവുകളെ കൊടുത്തു. മനുഷ്യരെന്തും പറയട്ടെ, ഡോക്ടർ എന്തും പറയട്ടെ, വൈദ്യശാസ്ത്രം എന്തും പറയട്ടെ, അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് ഇന്നും സാധിക്കും. അങ്ങനെ ദൈവം എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നു. ദൈവം എനിക്ക് നല്ല 2 മക്കളെ തന്നു. അവർ രണ്ടുപേരും കർത്താവിന്റെ കൃപയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സഭയിലും വളരെ ആക്റ്റീവായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഞാൻ കർത്താവിന്റെ വേലയിലേക്ക് വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ എൻ്റെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ലവണ്ണം ആഹാരം കഴിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. 10-20 പൊറാട്ടയൊക്കെ കഴിക്കാനൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. 1987 ഡിസംബർ 31 ആണ്ടർതി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ മാതാവിനോടൊപ്പം ഞാൻ പാസ്റ്റർ പി.ഡി. ജേക്കബിന്റെ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിക്കാണ് വണ്ടമ്മേട് ചാക്കോച്ചായന്റെ മകൻ മാത്യു ചായൻ താമസിക്കുന്നത്. ആ കുടുംബമാണ് ഞങ്ങളെ പാലക്കാട് വീട് വാങ്ങി തന്നതും ഞങ്ങളെ സഹായിച്ചതുമൊക്കെ. അപ്പം മാത്യു ചായന്റെ മകൻ ബാബുച്ചായൻ നിത്യത്തിൽ വിശ്രമിക്കുന്നു. ബാബുച്ചായനെ ഞാൻ നല്ല കൂട്ടാണ്. ബാബുച്ചാൻ എന്നോട് പറഞ്ഞു, സൈമൺ, ഇന്ന് നമുക്ക് പാലക്കാട് ടൗൺ ഏജിലേക്ക് പോകാം, അവിടെ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ പൊറോട്ടയാണെന്ന് പറഞ്ഞു. അപ്പൊ പൊറോട്ട എന്ന് കേട്ടപ്പം അന്നത്തെ ക്രൈസ് കൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മിയോട് പെർമിഷൻ മേടിക്കാമെങ്കിൽ ഞാൻ തയ്യാറാണ്. മമ്മിയുടെ പെർമിഷൻ കിട്ടി. ഞാൻ ബാബുച്ചായന്റെ കൂടെ ഞാൻ അന്ന് ആരാധനയ്ക്ക് വേണ്ടി എന്ന് പറയാൻ ഒക്കത്തില്ല, ആഹാരത്തിന് വേണ്ടി പാലക്കാട് ഏജിലേക്ക് ഞാൻ പോയി. അപ്പൊ എല്ലാ വർഷവും ഈ ആണ്ടവസാന പ്രാർത്ഥന കണ്ട് ശീലിച്ചത് കൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന ജനത്തിന്റെ സാക്ഷ്യം കേൾക്കുന്നു. ഏതാണ്ട് 100-200ഓളം പേരിലധികം അവിടെ ഇരിപ്പുണ്ട്. ഞാനും പുറകിലിരിക്കുന്നു. ഏതാണ്ട് അർദ്ധരാത്രി ആകുമ്പോഴേക്ക് അനേകർ എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇത്രയൊക്കെ സാക്ഷ്യം എന്തിനാ പറയുന്നത്, എത്രയും വേഗം തീർന്നാൽ എനിക്ക് ആഹാരം കഴിച്ചങ്ങ് പോകാമല്ലോ. ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ശക്തി എന്നെ പിടിച്ചവിടെ ഉയർത്തി നിർത്തി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് വലിയ വായിൽ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാൻ പാപിയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പാപപ്രവർത്തികളും എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ സ്ക്രീനിൽ വരുന്ന പോലെ വരാൻ തുടങ്ങി.
ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത, ഇന്നും കണ്ടിട്ടില്ല, അവിടെ ഇരുന്ന പാസ്റ്ററുടെ മകൾ എന്നെ കുറിച്ച് പ്രവചിക്കുവാൻ തുടങ്ങി. ആ സഹോദരി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഞാൻ പുറകിലാണ് ഇരിക്കുന്നത്. ഇത്രയും ആളുകൾ നിൽക്കുന്നെങ്കിലും ആ സഹോദരി പറയുന്ന ദൂത് എനിക്ക് മനസ്സിലായി. കാരണം എന്നെ കുറിച്ചാണ് പറയുന്നത്. ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ആ സഹോദരി ദൂത് പറഞ്ഞു. അത് മാത്രമല്ല, നീ പാപിയാണെന്നും കർത്താവിനെ സ്വന്തരക്ഷമായി സ്വീകരിക്കണമെന്നും നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്നും പറഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ ഹൃദയം ഞാൻ യേശുവിനായിട്ട് കൊടുത്തു. ഞാൻ യേശുവിനായി കൊടുക്കുക മാത്രമല്ല, ആ ദിവസങ്ങളിൽ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ആ വഴിത്തിരിവ്, ആ രക്ഷയുടെ അനുഭവം, പിന്നീട് ഞാൻ പൊറോട്ടയ്ക്ക് വേണ്ടി അവിടെ നിന്നില്ല. ഞാൻ പോയത് നിത്യമായ ഒരു ആഹാരം ദൈവം എനിക്ക് തരാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടെ ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. 1987 ഡിസംബർ 31 രക്ഷിക്കപ്പെട്ട ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 1994 ഡൽഹിയിൽ വന്നു. 2000 ആയപ്പോൾ ദൈവം ഭോപ്പാലിൽ കൊണ്ടുവന്നു. ഭോപ്പാലിൽ കൊണ്ടുവന്ന് അനേക കാര്യങ്ങളെ ദൈവം എന്നെ പഠിപ്പിച്ചു. ഈ ദേശത്ത് ദൈവം ഞങ്ങൾക്കൊരു ആലയം തന്നു. അതിനൊപ്പം തന്നെ ദൈവാത്മാവിന്റെ ആലോചന പ്രകാരം ബൈബിൾ സ്കൂൾ തന്നു. കഴിഞ്ഞ 17 വർഷമായി ബൈബിൾ സ്കൂൾ നടക്കുന്നു. ദൈവം പറഞ്ഞതിന് പ്രകാരമായി ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും അനേക സഭകൾ സ്ഥാപിക്കുവാനും അനേക ദൈവദാസന്മാരെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാനും കർത്താവ് സഹായിച്ചു. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, പലരും പ്രവചനങ്ങളെ തുച്ഛീകരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ള സകല ആലോചനകളും എണ്ണമിട്ട് അക്കമിട്ട് നിവൃത്തിയാകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രവചിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ വലിയ കാര്യങ്ങളെ ചെയ്തു. ശുശ്രൂഷയ്ക്കകത്ത് സുവിശേഷ വിരോധികളാൽ പിടിക്കപ്പെട്ടപ്പോൾ, പോലീസിനാൽ പിടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വലിയ കരത്തിന്റെ പ്രവർത്തനം ഞാൻ കണ്ടു. തകർന്നു എന്ന് തോന്നിയപ്പോൾ ദൈവം അവിടെ കൈ പിടിച്ച് നടത്തി. പലവിധമായ പ്രയാസങ്ങൾ വന്നപ്പോൾ ദൈവം അറിയപ്പെടാത്ത ആളുകളെ ഒരുക്കി. 2004 ഞാൻ ബൈബിൾ സ്കൂൾ റിസൈൻ ചെയ്ത് കർത്താവിന് വേല ചെയ്യുന്ന സമയത്ത് വളരെയധികം സാമ്പത്തികമായ ഞെരുക്കത്തിൽ കഴിയുന്ന സമയമാണ്. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്റെ ഭാരം മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ലാൻഡ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ലാൻഡ് ഫോൺ എടുത്തു. മറുതലക്കിലുള്ള ആള് ചോദിച്ചു, പാസ്റ്റർ സൈമൺ ആണോ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം അടുത്ത ചോദ്യം, പാസ്റ്റർ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിലാണോ? ഞാൻ പറഞ്ഞു അല്ല. ഈ ദേവദാസന്മാര് പലപ്പോഴും അവർ സത്യം പറയാറില്ല പല കാര്യത്തിലും. ഞാനും പറഞ്ഞു അല്ല, വീട്ടിൽ പാല് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പാസ്റ്റർ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിലാണോ? ഞാൻ പറഞ്ഞു അല്ല. വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന്? അദ്ദേഹത്തിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു. പാസ്റ്റർ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും പാസ്റ്ററുടെ പേര്, പാസ്റ്ററുടെ അഡ്രസ്, പാസ്റ്ററുടെ ഫോൺ നമ്പർ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവം പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. അത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. ഞാനും പലരോടും വിമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമോ? പരിശുദ്ധാത്മാവിന് പേരറിയാമോ? പരിശുദ്ധാത്മാവിന് സകലവും അറിയാം. അത് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം എന്നെ സഹായിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10,000 രൂപ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്.
ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. നിങ്ങൾക്ക് ആ പണം ലഭിക്കുമ്പോൾ എന്നെ വിളിച്ചു പറയണം. ദൈവമക്കളെ, പലപ്പോഴും സാമ്പത്തിക ഞെരുക്കം നേരിട്ടപ്പോൾ 17-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് വരെ വീട്ടുകാരനൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. പലപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായി. എൻ്റെ മക്കളുടെ പഠനത്തിനായിട്ട് ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തോടെ പറയാം, ഇന്ന് വരെ എൻ്റെ 2 മക്കളുടെയും ഫീസ് ഫൈനോടുകൂടി അടയ്ക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. എയർഫോഴ്സിലല്ല, എന്റെ ഫോഴ്സിൽ വേല ചെയ്യണമെന്ന് ദൈവം പറഞ്ഞ് വിളിച്ചിറക്കിയെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടല്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഭാര്യയെ വിളിച്ചെങ്കിൽ, ആ ദൈവം ഇന്നു വരെ വിശ്വസ്തയോടെ ഞങ്ങളെ വഴി നടത്തി. എൻ്റെ മകളുടെ കാര്യത്തിലായാലും എൻ്റെ മകന്റെ കാര്യത്തിലായാലും ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ആ ദൈവം ഇനിയും അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ഒരുപക്ഷെ കർത്താവിന്റെ കൽപ്പന കേട്ടിട്ട് ഇനിയും സ്നാനപ്പെടാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കർത്താവിന്റെ കൽപ്പനയായ സ്നാനം നിങ്ങൾ സ്വീകരിക്കണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഏവർക്ക് വേണ്ടിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് സാമ്പത്തികത്തെ പറ്റി, ഭാഷയെ പറ്റി, രാജ്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവം നിങ്ങളെ വിളിച്ചെവിടെ ആക്കുന്നുവോ ആ സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ശക്തനാണ്. നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ എതിർപ്പിന്റെ മധ്യത്തിലും കഷ്ടതയുടെ മധ്യത്തിലും ഉറച്ചു നിന്നാൽ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോളർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. ഹാർവെസ്റ്റ് ഇന്ത്യ മിഷൻ വർഷിപ്പ് സെന്ററിന്റെ പാസ്റ്ററായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഹാർവസ്റ്റേഴ്സിന്റെ നാഷണൽ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഭോപ്പാലിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ആഫ്രിക്കയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. എനിക്ക് ഒരു ഭാര്യ ബ്ലസി സൈമൺ, എൻ്റെ മകൾ ഡോക്ടർ ഗ്രേസ്, എൻ്റെ മകൻ പ്രൈസ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് തന്ന വേല വിശ്വസത്തോടെ നിവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥനയിൽ ഓർക്കുവാൻ അപേക്ഷിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിനെ പിന്നിൽ അധ്വാനിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിനും അനേകരെ ഉറപ്പിനും ഇടയാക്കി തീർക്കണമേ എന്നങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇതിനകത്ത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുള്ളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. അവരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അവർ അനുഭവിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ പോകിയാൽ സ്തോത്രം. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ വർഗീസ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദ്യമായ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു ഓർത്തഡോക്സ് കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട ആ ഒരു ബാല്യകാലത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ ദൈവം അന്ന് തൊട്ടില്ലായിരുന്നു എങ്കിൽ, ദൈവം സൗഖ്യം തന്നില്ലായിരുന്നു എങ്കിൽ, ഓർമ്മയുടെ സ്മൃതിയിൽ പോലും നിൽക്കാത്തവണ്ണം ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോകേണ്ടുന്ന ഒരു അനുഭവത്തിൽ ആ ശൈശവ ദിനങ്ങളിൽ കടന്നുപോയ ചില ഓർമ്മകൾ പറഞ്ഞു. അതായത് തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് വെള്ളത്തുണി പൊതിഞ്ഞ് മരിച്ച ഒരു കുഞ്ഞിനെ മാതാപിതാക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ച ആ നിമിഷം, അവിടെ നിന്ന് മാറ്റി ഒരു മുറിയിൽ കിടത്തി. എന്നാൽ ആ സമയത്ത് ഒരു നേഴ്സ് അതുവഴി കടന്നു പോകുമ്പോൾ ആ നേഴ്സ് ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചറിഞ്ഞ്, ആ ജീവന്റെ തുടിപ്പുകളെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന്
റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോയി ജീവനിലേക്ക് കൊണ്ടുവന്നതായ ആ ചില അനുഭവങ്ങൾ പറയുകയുണ്ടായി. ശരിക്കും മാനുഷികമായ അറിവും അവസരങ്ങളും വെച്ച് മനുഷ്യൻ നമ്മളെ ചിലപ്പോൾ മാറ്റി അവഗണിക്കുന്ന ചില അനുഭവങ്ങൾ, മാറ്റി നിർത്തുന്ന ചില അനുഭവങ്ങൾ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഇന്നിന്റെ സാഹചര്യങ്ങളിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളവയെ, ദൈവത്തിന് വേണ്ടുന്നവരെ ദൈവം പ്രത്യേക പരിഗണനയോടുകൂടി ദൈവം തിരഞ്ഞെടുത്ത് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം, ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതില് ചില അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസനെയും ദൈവം തിരഞ്ഞ് രക്ഷിച്ച ആ മഹാസ്നേഹത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര അതിശയകരമായിട്ടാണ് തൻ്റെ ഭക്തന്മാരെ, തൻ്റെ മക്കളെ തനിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നത്. എന്നാൽ വളർന്നു വന്ന ആ ബാല്യകാലത്തിൽ തന്നെ ഈ ഒരു അനുഭവത്തിലൂടെ കുഞ്ഞുങ്ങൾ കടന്നുപോയത് കൊണ്ട് മാതാപിതാക്കന്മാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും അവസരമുണ്ടായി. അവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്നാൽ അവരുടെ ആ വിശ്വാസ താല്പര്യത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ പോയ ആ ഒരു ബാല്യം, അഥവാ നല്ല നിലയിലെ സൺഡേ സ്കൂളൊക്കെ പഠിച്ച ഒത്തിരി കാലങ്ങളെ കുറിച്ച് പറഞ്ഞു. പലയിടങ്ങളിൽ പോയി ഒരുപാട് സൺഡേ സ്കൂൾ പഠിച്ചു. പക്ഷേ അതൊക്കെ മറ്റൊരർത്ഥത്തിലേക്ക് അതുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ആയിരുന്നില്ല. മറിച്ച് പല കാര്യങ്ങൾക്കും മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതായ സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള പഠനമായിരുന്നു. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ പിന്നെയും സമയം മുന്നോട്ട് പോയി. തക്ക സമയമായപ്പോൾ കർത്താവ് തനിക്കായിട്ട് വിളിച്ചു വേർതിരിച്ച ചില അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കിട്ടല്ലോ. സ്തോത്രം. ദൈവം നടത്തിയ ആ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നത്തേതിലെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. അവിടെ മുട്ടിന്മേൽ നിന്ന്, മണലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് വിശ്വാസത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഒന്നൊന്നായി ദൈവം പഠിപ്പിച്ചു. പിന്നത്തേതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അതെ, ഇന്ന് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, ആത്മാക്കളെ ഒരുക്കിയെടുക്കുവാൻ, ശുശ്രൂഷക്കാരന്മാരെ ഒരുക്കിയെടുക്കുവാൻ ഒക്കെ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, നേതൃത്വം, അതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരുപാട് ആത്മീയ ശുശ്രൂഷകർ, പത്രാധിപൻ, എഡിറ്റർ, മറ്റ് വിവിധ നിലകളിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചു. ഇനിയും ദൈവം സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഉത്തരേന്ത്യയിലും ദൈവം അയക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു
വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.